Oh Jesus. പിന്നെ ശമൂവേൽ ജനത്തോട്, വരുവിൻ, നാം ഗിൽഗാലിൽ ചെന്ന് അവിടെ വെച്ച് രാജത്വം പുതുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ജനമെല്ലാം ഗിൽഗാലിൽ ചെന്നു. അവർ ശൗലിനെ ഗിൽഗാലിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് രാജാവാക്കി. അവർ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാധാനയാഗങ്ങൾ കഴിച്ചു. ശൗലും ഇസ്രായേലിലൊക്കെയും ഏറ്റവും സന്തോഷിച്ചു. Wow, Jesus. Praise the Lord. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ച് തയ്യാറാക്കിയ മറ്റൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. എന്നാൽ എപ്പോഴൊക്കെയോ ഒരു ദിവസം രാവിലെ വേർഡുമായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ഇതെൻ്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് തുറന്നു തന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് എത്രമാത്രം പ്രസംഗിക്കുവാൻ എനിക്ക് സമയമുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ ഇതിലുള്ളത് ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കേട്ടില്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ഇതിലുള്ളത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നില്ലായിരിക്കാം, നിങ്ങളുടെ തലയിൽ തൊട്ടില്ലായിരിക്കാം, പക്ഷെ ഈ വേർഡ് നിങ്ങളെ സ്പർശിക്കുവാൻ പോവുകയാണ്. ഈ വേർഡിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഒരു കാറ്റടിക്കുന്നത് പോലെ അടിക്കുവാൻ പോവുകയാണ്. ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ, നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഈ വചനത്തിന്റെ ശക്തി അസാധാരണമായ വിധത്തിൽ ആഞ്ഞടിക്കുവാൻ പോവുകയാണ്. ഞാൻ ഈ മീറ്റിംഗിന്റെ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിന് ഒരു ടൈറ്റിൽ കൊടുത്തു, റീ അനോയിന്റിങ്. ഹല്ലേലൂയ എന്നൊരു പദം ഇതിന്റെ അകത്ത് ഈ പോസ്റ്ററിൽ ഞാൻ കൊടുത്തു. ഹല്ലേലൂയ. റീ അനോയിന്റിങ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി ഗോസ്റ്റ്. ഇന്ന് പകൽ പരിശുദ്ധ ആത്മാവിന് അത് ചെയ്യുവാനുള്ളത് അത് തന്നെയാണ്. നിന്നെ ചില നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കറിയത്തില്ല ആ കാലഘട്ടം, നിങ്ങൾക്ക് വ്യക്തിപരമായി അറിയാം. കാലഘട്ടങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മേൽ പരിശുദ്ധ ആത്മാവ് പകർന്ന ചില അഭിഷേകത്തിൻ്റെ അനുഭവങ്ങളുണ്ട്, അഭിഷേകത്തിൻ്റെ തൈലമുണ്ട്. അതിനെ കർത്താവ് ഒന്നും കൂടെ പുതുക്കി വയ്ക്കുവാൻ പോവുകയാണ്. 24 എൻഡിലേക്ക് എത്തിയിരിക്കുന്ന ദൈവജനത്തോട്, ഓൺലൈൻ ഞങ്ങൾ വാച്ച് ചെയ്യുന്നവരെ, നിന്റെ മേൽ വീണ ഒരു തീ പൊരിയുണ്ടല്ലോ, ഒരു അഭിഷേക തൈലമുണ്ടല്ലോ. ദൈവത്തിൽ നിന്ന് പകരപ്പെട്ട ചില ഉത്തരവാദിത്വങ്ങളുണ്ടല്ലോ. അതിനെ സ്വർഗം നേരിട്ട് ഒന്നുകൂടെ റിന്യൂ ചെയ്ത് പുതുക്കി തരുവാൻ പോകുകയാണ്. ആരോടൊക്കെയോ പരിശുദ്ധ ആത്മാവ് പ്രവചിച്ചു കഴിഞ്ഞു. നിന്റെ മേൽ ഇന്നലെയുടെ നാളുകളിൽ, വർഷങ്ങൾക്ക് മുൻപേ ദൈവം പകർന്നതിന്, I don't know, you forget it. നീ മറന്നോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ സ്വർഗം മറന്നിട്ടില്ല. നീ മറന്നു കാണാം. ഒരു പക്ഷേ അന്നത്തെ സ്പിരിറ്റ്, ആത്മീയ നിലവാരം നിനക്കില്ലായിരിക്കാം. എന്നാലും പരിശുദ്ധ ആത്മാവ് പറയാണ്, ഇന്നലെയുടെ, കഴിഞ്ഞ വർഷങ്ങളുടെ മുൻപ് നിന്റെ മേൽ പകരപ്പെട്ട ഒരഭിഷേകമുണ്ടല്ലോ. ദൈവം താൻ തന്നെ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്, അതിനെ ഒന്നും കൂടെ റിന്യൂ ചെയ്യുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ യൗവന പ്രായത്തിൽ നിന്റെ മേൽ വീണ അഭിഷേകമുണ്ടല്ലോ. നിന്നെ ദൈവം വിളിച്ച നാളിൽ, നിന്നെ വേർതിരിച്ച ദിനങ്ങളിൽ നിന്റെ മേൽ വീണ അഭിഷേകമുണ്ടല്ലോ. അതിനെ ദൈവം ഒന്നുകൂടെ റീഇഗ്നൈറ്റ്, കത്തിച്ചെടുക്കുവാൻ. ആരൊക്കെയോ പറയുന്നു, എനിക്കിപ്പോൾ നടക്കുവാൻ കഴിയുന്നില്ല, എനിക്കിപ്പോൾ പ്രായമായി, എൻ്റെ ദേഹം ചുക്കി ചുളിഞ്ഞിരിക്കുന്നു, എനിക്ക് പഴയ പോലെ പ്രസരിപ്പില്ല, എൻ്റെ സമയം കഴിഞ്ഞു എന്നൊക്കെ ആരോ പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് പറയാണ്, നിർത്തുക. ഒരു അസാധാരണ തീ, ഒരു പുതുക്കം നിന്റെ മേൽ, നിന്റെ ജീവിതത്തിന്റെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ, നിന്റെ വിളിയുടെ മേൽ, നിന്റെ മേൽ വീണ അഭിഷേകത്തിന്റെ മേൽ സ്വർഗം വീണ്ടും ചെയ്യുവാൻ പോകുകയാണ്. ഞാൻ അഭിഷേകം എന്നൊരു പദത്തെ കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ തന്നെ ഞാൻ
റിന്യൂവൽ എന്ന് പറയുന്ന ഒരു പദത്തെ കുറിച്ച് ചിന്തിച്ചു. ജീസസ്, ഹല്ലേലൂയ. ഒരുപാട് നോട്ട് ഞാനിവിടെ എഴുതി വെച്ചിട്ട് അതൊക്കെ പറഞ്ഞാൽ ഹല്ലേലൂയ പ്രൊഫറ്റിക് മണ്ഡലത്തിലേക്ക് കയറുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് അനോയിന്റിങ് എന്നൊരു പദം, റിന്യൂവൽ എന്ന് പറഞ്ഞ ഒരു പദവും പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചു. പ്രൈസ്. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചു. ഞാൻ ഒരുപാട് നോട്ടുകൾ തയ്യാറാക്കി. ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു. ഞാനിരിക്കുമ്പോഴും നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഹല്ലേലൂയ എൻ്റെതായ സമയങ്ങളിലെല്ലാം ഇത് ഞാനിങ്ങനെ അയവറക്കുന്നത് പോലെ ഞാനിങ്ങനെ അയവറക്കുവാൻ തുടങ്ങി. അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ടൈം ഹാസ് കം, നിന്റെ സമയം വന്നിരിക്കുന്നു, നിന്നെ സ്വർഗം പുതുക്കുവാൻ പോകുകയാണ്, നിന്നെ പുതുക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലഘട്ടത്തിൽ പരാജയം നീ നോക്കണ്ട, തകർച്ച നീ നോക്കണ്ട, നിരാശ നീ നോക്കണ്ട. നിന്റെ മേൽ പുതിയത് സംഭവിപ്പാൻ പോകുന്നു. ഞാൻ ഈ 14-ാം വാക്യം വേഗത്തിൽ ഞാൻ ഈ വേർഡ് വായിക്കട്ടെ. ഇറ്റ് ഈസ് ടൈം ഫോർ റിന്യൂവൽ. ഞാൻ ഈ വേർഡ് എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇറ്റ് ഈസ് ടൈം ഫോർ റിന്യൂവൽ. നിങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്, നവീകരണത്തിനുള്ള, പുതുക്കത്തിനുള്ള, തിളക്കത്തിനുള്ള ഒരു സമയം എത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. നിങ്ങളുടെ മേൽ ദൈവം പകർന്നതിനെ ഒന്നുകൂടെ തിളക്കി അടുത്ത ഒരു തലത്തിലേക്ക് സ്വർഗം കൊണ്ടുപോകുവാൻ പോകുകയാണ്. ആരൊക്കെയോ ആത്മാവി ക്ഷീണിച്ചിരിക്കുന്ന, അയ്യോ എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന ആരുടെ അകത്തേക്ക് പരിശുദ്ധ ആത്മാവിന്റെ ശക്തി ഇടിച്ച് കയറുന്നത് ഞാൻ കാണുന്നു. നീ ആയിരിക്കുന്ന ഇടത്ത് ഈ വചനത്തിന്റെ ശക്തി, നിന്റെ മേൽ ഒരഭിഷേകത്തിന്റെ നദി ഇതാ തുറന്നു തരുന്നു. ജീസസ്. ഈ 14-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ ശമൂവേൽ ജനത്തോട്, ശമൂവേൽ the great prophet in Israel, hallelujah, ഇസ്രായേലിലെ ഏറ്റവും ശക്തനായ പ്രവാചകൻ, ഒരു കളങ്കമില്ലാത്ത, പറ്റിക്കൽ പ്രസ്ഥാനത്തിന്റെ ഒരു നുള്ളു പോലുമില്ലാത്ത പ്രവാചകൻ, പറഞ്ഞ ഒരു വാക്കും നടക്കാതെ പോകാത്ത, കംപ്ലീറ്റ് സംഭവിച്ച, വളരെ കുഞ്ഞു പ്രായം തന്നെ പ്രൊഫറ്റിക്കലി ആത്മമണ്ഡലത്തിൽ ട്രെയിൻ ചെയ്യപ്പെട്ട പ്രവാചകൻ. പ്രൈസലോ, പുരോഹിതനോട് കൂടെ ചേർന്ന് നിന്ന് ട്രെയിൻ ചെയ്യപ്പെട്ട പ്രവാചകൻ. ഹല്ലേലൂയ. ഒരു രാജ്യത്തിന്റെ ഒരറ്റ മുതൽ ദാൻ മുതൽ ബർശേബ വരെ ഹല്ലേലൂയ ചുറ്റി സഞ്ചരിച്ച് പ്രവചിച്ച് ശുശ്രൂഷിച്ച് ന്യായപാലനം ചെയ്ത, ഒരു ആയുസ് മുഴുവൻ ശുശ്രൂഷ ചെയ്ത പ്രവാചകൻ. അങ്ങനെയുള്ള പ്രവാചകന്മാരെ കണ്ടുകിട്ടുവാൻ വളരെ പ്രയാസമാണ്. ഞാൻ പറയുന്നു, ഇനിയും അങ്ങനെ സംഭവിക്കും. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദേശത്ത് പ്രവചിക്കുന്ന, ദേശത്ത് പ്രവചനാത്മാവിൽ ചുറ്റി സഞ്ചരിക്കുന്ന പ്രവാചകഗണങ്ങൾ എഴുന്നേറ്റ് വരട്ടെ. ഈ പ്രവാചകന്മാരെയും പ്രവചനത്തെയും താഴ്ത്തിക്കെട്ടുമ്പോൾ ദൈവം അതിന്റെ അടുത്ത വേർഷൻ തുറന്നിടും. ഈ പ്രവാചകൻ ജനത്തോട് പറഞ്ഞു, വരുവിൻ, നാം ഗിൽഗാലിൽ ചെന്ന് അവിടെ വെച്ച രാജ്യത്വം പുതുക്കുക. ഹല്ലേലൂയ. രാജ്യത്വം പുതുക്കുക. എപ്പോഴോ പകരപ്പെട്ട ഒരു കിങ്ഷിപ്പ് അനോയിന്റിംഗ് ഉണ്ട്. എപ്പോഴോ പകരപ്പെട്ട ഒരു അഭിഷേകമുണ്ട്. എത്രയോ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ വീണ്ടും പ്രവചിക്കുകയാണ്. നിന്റെ മേൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ, കഴിഞ്ഞ സീസണിൽ വീണ ഒരു കിങ്ഷിപ്പ് അനോയിന്റിംഗ് ഉണ്ട്, ഒരു രാജകീയ അഭിഷേകമുണ്ട്. ഈ രാജകീയ അഭിഷേകം ഞാനൊന്ന് റിന്യൂ ചെയ്യുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാനൊന്ന് പുതുക്കി തരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആരോടോ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, ചില പുതുക്കങ്ങൾ സംഭവിപ്പാൻ പോകുന്നു. റിസീവ് ഇറ്റ്. പ്രാപിക്കുക.
Oh, Shagada, Ragala. Online watching our Hallelujah. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. ഇതിൻ്റെ അകത്തൊരിക്കുന്നവർ റെസ്പോണ്ട് ചെയ്യുക. ഓ, ചിലരുടെ മേൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് താൻ തന്നെ കടന്നു വന്ന് ചിലരെ റിന്യൂ ചെയ്യാൻ തുടങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ നിങ്ങളെ പുതുക്കുവാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു, ഞാൻ കുറച്ച് ഓയിലൊക്കെ കൊണ്ടുവന്ന് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒന്ന് അഭിഷേകം ചെയ്താലെന്ന് ചിന്തിച്ചു. ഞാനങ്ങനെ ചിന്തിച്ചു. പിന്നെ ഞാൻ ചോദിച്ചു, വേണ്ട, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവ് തന്നെ ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവ് തന്നെ ചെയ്യട്ടെ. ശക്തമായ നിയോഗം വരുമ്പോൾ ഞാനത് ചെയ്യും കേട്ടോ. ഹല്ലേലൂയ. നിന്റെ മേൽ പ്രവാചകന്റെ കരത്തിലൂടെ വീണ ചില അഭിഷേക പകർച്ചയുണ്ട്. പ്രവാചകന്റെ അധരത്തിലൂടെ നിന്ന് പുറത്തു വന്ന നിന്റെ മേൽ വീണ പ്രവചനിക അഭിഷേകമുണ്ട്. അതിന്റെ പുതുക്കങ്ങൾ ഇതാ തുറന്നു വരുന്നു. അത് മാറിപ്പോകത്തില്ല. അത് എന്നും മൂടി കിടക്കത്തില്ല. അതിനെ പരിശുദ്ധ ആത്മാവ് തുറന്നു തരുവാൻ പോകുന്നു. തുറന്നു തരുവാൻ പോകുന്നു. ആരോടൊക്കെയോ പ്രവചിക്കുന്നു, തുറന്നു തരുവാൻ പോകുന്നു. പ്രവാചകന് ദൈവാത്മാവിനാൽ നിയോഗം വന്നു. It is almost time to renew the kingship anointing. Praise the Lord. ടൈം എത്തിയിരിക്കുകയാണ്. ഇനി സൗൽ ഇങ്ങനെ നടന്നാ പോരാ. ഇവന്റെ മേലുള്ളതിനെ ഒന്ന് ഫങ്ഷൻ ചെയ്യുന്ന തലത്തിലേക്ക് റീഓപ്പൺ ചെയ്ത് കൊടുക്കണം. റീ അനോയിന്റിങ് ചെയ്ത് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനിതൊക്കെ പറയുന്ന പ്രവചന ശബ്ദമാണ് കേട്ടോ. നിങ്ങളതങ്ങ് റിസീവ് ചെയ്തേക്കണം. നിങ്ങളുടെ മേൽ അത് സംഭവിക്കും. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. നസ്രാനായ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അത് സംഭവിക്കട്ടെ. അത് സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ ഇപ്പോൾ അത് സംഭവിക്കട്ടെ. കർത്താവിന്റെ അഭിഷേകൻ മുഖവര പറയുമ്പോൾ പറഞ്ഞു, ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. ചില ഗവൺമെന്റ് കാര്യങ്ങൾ ഓപ്പൺ ആകുവാനില്ലേ സംഭവിപ്പാൻ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് അത് അവിടുത്തെ കാര്യം. നമ്മുടെ കാര്യം ഓൾറെഡി ഇറ്റ് ഈസ് ഡൺ. നിവർത്തിയായി. കാൽവരി ക്രൂശിൽ കർത്താവ് സകലതും നിവർത്തിയായി. ഇനി വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവന്റെ അത്യന്ത ശക്തി, അളവറ്റ ശക്തി, ആരൊക്കെ വിശ്വസിക്കുവാൻ തയ്യാറാണോ അവന്റെ മേൽ നിവർത്തീകരിക്കപ്പെട്ട അഭിഷേകത്തിന്റെ പകർച്ചകൾ സംഭവിക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. കർത്താവിനെ ഈ റിന്യൂവൽ എന്നുള്ളൊരു പദം കാണിച്ചു. പദം എടുത്തു തന്നിട്ട് നീ പറഞ്ഞു, ഈ ജനത്തോട് നീ പറയണം, ഈ പുതിയ സീസണിലേക്ക് പോകുമ്പോൾ സകലതും റിന്യൂ ആവാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അഭിഷേകത്തിന്റെ ഭവനത്തിന്റെ അകത്ത് ഭയങ്കര ഒരു റിനോവേഷൻ സംഭവിക്കാൻ പോവുക. നിന്റെ കുടുംബ വീട്ടിൽ അസാധാരണമായ നിന്റെ സിബ്ലിങ്സിന്റെ മേൽ, നിന്റെ പാരൻസിന്റെ മേൽ, ആ കുടുംബ വീട്ടിൽ അസാധാരണമായ റിന്യൂവൽ സംഭവിപ്പാൻ പോവുകയാണ്. വലിയ മാറ്റങ്ങൾ സംഭവിപ്പാൻ പോവുകയാണ്. ദൈവജനത്തെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ അങ്ങനെ സംഭവിക്കുവാൻ തുടങ്ങുന്നു. Oh Jesus, oh Jesus, hallelujah. Thank you Holy Ghost, hallelujah. ഞാൻ ഈ റിന്യൂ എന്ന് പറയുന്ന ഒരു പദമൊക്കെ നോക്കിയപ്പോൾ in the Bible the word renew means to change into something new and better. റിന്യൂ എന്ന് പറയുന്ന ഒരു പദത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോഴുള്ളതിൽ നിന്ന് ബെറ്ററായ ഒരു അവസ്ഥയിലേക്കുള്ള അവസ്ഥാ മാറ്റമാണ്. Praise the Lord. You got it? Hallelujah. Hallelujah. ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് അല്പം കൂടെ ബെറ്ററായ ഒരു അവസ്ഥയിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് റിന്യൂ എന്നൊരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരോട് ഞാൻ പ്രവചിക്കുകയാണ്, നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുന്ന, ഇപ്പോഴുള്ള ലെവലിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു മൂവാണ് റിന്യൂ എന്ന് പറയുന്നത്. Praise the Lord. Hallelujah.
ഞാൻ ഈ പദത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ അകത്തേക്ക് വന്നത് ഇതിൻ്റെ ഹഡാഷ് എന്ന് പറയുന്ന ഒരു ഹീബ്രു പദമാണ്. ഈ പദത്തെ, ഈ റിന്യൂ എന്ന് പറയുന്ന പദത്തിൻ്റെ റൂട്ട് വേർഡ് ഹഡാഷ്. ഹഡാഷ് എന്ന് പറഞ്ഞാൽ ന്യൂ എന്നേ അർത്ഥമുള്ളൂ, അല്ലെങ്കിൽ റീസ്റ്റോർ എന്ന ഒരു അർത്ഥമാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു വേർഡ് മീനിങ് ഉള്ളത്. ന്യൂ, റീസ്റ്റോർ, ഒന്നും കൂടെ റീസ്റ്റോർ ചെയ്യാം. പക്ഷെ അതിൻ്റെ ഒരു ഗ്രീക്ക് വേർഡാണ് എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചത്, എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത്. അതിൻ്റെ ഗ്രീക്ക് വേർഡ് ഇങ്ങനെയാണ്, അനഖൈനോസിസ്. അനഖൈനോസിസ്, ഖൈനോ എന്ന് പറയുന്ന ഒരു വേർഡ്. ഈ വേർഡ് അനഖൈനോസിസ് എന്ന് പറഞ്ഞ വേർഡ് സ്പ്ലിറ്റ് ചെയ്ത് ഖൈനോ അന എഗെയിൻ, ഖൈനോ എന്ന് പറഞ്ഞ റിന്യൂ. അപ്പൊ എന്തിനാണ് ഞാൻ ഈ ഹീബ്രു ഗ്രീക്കൊക്കെ വേർഡ് എന്ന് പറഞ്ഞത്? എനിക്ക് പ്രസംഗിക്കാനൊക്കെ അറിയാമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലരും ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇവനൊക്കെ എവിടുന്നോ കയറി വന്ന് ബൈബിൾ കോളേജിന്റെ പടി കാണാതെ വായ തോന്നി വിളിച്ചു പറയുന്നു എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പ്രൈസ്, അതിനൊക്കെ മറുപടി എൻ്റെ കയ്യിലുണ്ട്. പ്രൈസ്, പക്ഷെ എനിക്ക് ടൈമില്ല. പ്രൈസ് ഹല്ലേലൂയ. ഈ കർത്താവിന്റെ ദാസ് ഞങ്ങൾ ഒരുമിച്ച് വേദ പഠനശാലയിൽ ഒരുമിച്ച് പഠിക്കുകയും ഗ്രാജുവേറ്റ് ചെയ്യുകയും വളരെ കൃത്യമായി ട്രെയിൻ ചെയ്യപ്പെട്ട് വളരെ കൃത്യമായി മിനിസ്ട്രിയിൽ നിന്ന് ഹല്ലേലൂയ പെന്തക്കോസിന്റെ അകത്ത് ഓർമ്മ വെച്ച കാലം തൊട്ട് വളർന്ന് സകല പരിപാടി ഇതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്നവരുടെയും പഠിക്കുന്നവരുടെയും ശുശ്രൂഷിക്കുന്നവരുടെയും സകല പരിപാടി കണ്ടും കേട്ടു തന്നെയാണ് ഈ ശുശ്രൂഷയിൽ നിൽക്കുന്നത്, കയറി വന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എവിടുന്നോ കയറി വന്ന് ടൈം കെട്ടി ഒരുത്തൻ കയറി വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നേക്കാൾ എവിടുന്നോ കയറി വന്നതല്ല, ഇതിൻ്റെ അകത്ത് നിന്ന് തീയിൽ കുരുത്ത് കയറി വന്ന് തന്നെയാണ്. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അതൊക്കെ ഞാൻ വിട്ട് ഞാൻ ഈ ഗ്രീക്ക് വേർഡ്, നമ്മൾ ഈ ഗ്രീക്ക് വേർഡൊക്കെ പറയും, ഇതാണ് അതിൻ്റെ യഥാർത്ഥ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കാമ്പ്. ഏർലിയർ മോഡൽ ബട്ട് എ ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് വേർഷൻ. ഈ കൈനോസ് എന്ന് പറഞ്ഞാൽ റിന്യൂ എന്ന് പറഞ്ഞ ശൗലിനോട് രാജത്വം പുതുക്കുക എന്ന് പറയുമ്പോൾ നീ പണ്ട് നിന്റെ മേൽ ഇത് പകരപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ മോഡലല്ല, ഒരു ന്യൂ വേർഷൻ ആക്കി നിന്നെ പുതുക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ നാനോ കാർ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് വേണ്ട പോലെ ക്ലിക്കായില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു ന്യൂ വേർഷൻ, പരിഷ്കരിച്ച ഒരു പതിപ്പ് ഇറങ്ങി, കുറച്ചും കൂടെ മോഡേൺ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് അടുത്ത ലെവലാക്കി അതിനെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ശൗലിനോട് പറയാണ്, നിന്റെ രാജത്വം പുതുക്കുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ അതേ അളവിലല്ല ഞാൻ പുതുക്കുവാൻ പോകുന്നത്. പകരം നെക്സ്റ്റ് ലെവലിലേക്ക് നെക്സ്റ്റ് തലത്തിലേക്ക് നിന്നെ പുതുക്കിയെടുക്കുവാൻ പോകുകയാണ്. അതാണ് കൈനോസ്, അനഖൈനോസ്. വീണ്ടും ഒരു പുതുക്കം. അത് വെറുതെ ഒന്ന് പുതുക്കുകയല്ല, കുളിച്ചൊന്ന് ഫ്രഷായി വരികയല്ല, കേടായതൊക്കെ ഒന്ന് മാറ്റി അപ്ഗ്രേഡ് ചെയ്യുന്നതിനൊക്കെ അപ്ഗ്രേഡ് ചെയ്ത്, റിനോവേറ്റ് ചെയ്യുന്നതിനൊക്കെ റിനോവേറ്റ് ചെയ്ത്, കണ്ടംപററിയാക്കി, സൊഫിസ്റ്റിക്കേറ്റഡ് ആക്കി, ഏറ്റവും ആധുനികമാക്കി, ഈ കാലഘട്ടത്തിന് എന്തു വേണമോ അതിനെ അനുസ്കരിച്ച ഒരു പരിഷ്കരിച്ച പതിപ്പാക്കി ശൗലിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ റിന്യൂ ചെയ്യുവാൻ, പുതുക്കുവാൻ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. ഇന്ന് പകൽ കുന്നംകുളം ദേശമേ, എൻ്റെ ശബ്ദം ഓൺലൈൻ വാച്ച് ചെയ്യുന്ന കേൾക്കുന്ന ദൈവജനമേ, നിന്നെ റിന്യൂ ചെയ്യുവാൻ പോകുന്നെന്ന് പറയുമ്പോൾ അയ്യോ, നീ ആയിരുന്ന പഴയ പ്രവചനം, പഴയ അന്യഭാഷ, പഴയ സ്തുതിപ്പ് അവിടെയല്ല. ഇപ്പോൾ വേണ്ടുന്ന ദൈവം ആധുനീകരിച്ച തലത്തിൽ നിന്നെ പരിഷ്കരിച്ചൊരു പതിപ്പാക്കി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, പുതുക്കിയെടുക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കട്ടെ. നിങ്ങൾ അടുത്ത സീസണിലേക്ക് എൻ്റർ ആകുമ്പോൾ നിങ്ങൾ
പരിഷ്കരിക്കപ്പെട്ട പതിപ്പുകളായി തീരുവാൻ പോവുകയാണ്. പരിശുദ്ധ ആത്മാവ് പുതുക്കുന്ന, ഒന്നുകൂടെ മോഡലാക്കുന്ന, പരിഷ്കരിച്ചൊരു പതിപ്പാക്കുന്ന തലത്തിലേക്ക് നിന്റെ ആത്മീക തലങ്ങളെ പരിശുദ്ധ ആത്മാവ് ഒന്ന് എക്വിപ്പ് ചെയ്യുവാൻ പോകുകയാണ്, ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുകയാണ്. നിന്റെ മേൽ വീണ ഒരു അഭിഷേകത്തിന്റെ നാളമുണ്ട്. അതിനെ ഞാൻ ഒരു പരിഷ്കരിച്ച പതിപ്പാക്കി പുറത്തു കൊണ്ടുവരും. ദൈവജനമേ, നിന്റെ മേൽ വീണ ഒരു ആത്മീക നാളമുണ്ട്. അതിനെ പരിശുദ്ധ ആത്മാവ് പരിഷ്കരിച്ച ഒരു പതിപ്പാക്കി പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഓ ജീസസ്, ജീസസ്, ജീസസ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒരു മീറ്റിംഗ് കൂടുവാൻ കടന്നു വന്നു. ആ പുള്ളിക്കാരൻ നമ്മുടെ ബിജു അല്ലേ, പോയില്ലെങ്കിൽ പുള്ളീനെ അല്ലെങ്കിൽ തന്നെ എല്ലാവരും ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും കൂടെ പോയില്ലെങ്കിൽ എന്താവും എന്ന് വെച്ച് വന്നതാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം. പക്ഷെ അങ്ങനെ വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ പുതിയത് പ്രാപിപ്പാൻ പറയും. എനിക്കറിയാം, ഒരു പ്രവാചകന് സ്വന്തം ദേശത്ത് ഗ്രിപ്പ് ഉണ്ടാകുവാൻ വളരെ സാധ്യത കുറവാണ്. അവനെ പിടിച്ചു കെട്ടുവാൻ, പിടിച്ചൊതുക്കുവാനൊക്കെ ശ്രമം നടത്തുമ്പോൾ ഹല്ലേലൂയ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു സീസൺ കഴിയുമ്പോൾ ഇതൊക്കെ പൊളിയും. ഒരാത്മാവിൻ്റെ ഒരു കൊടിയ കാറ്റോടെ അടിക്കും. ഇതിൻ്റെ അകത്തേക്ക് ജനം തിക്കി കയറുന്ന, ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങുമ്പോൾ പരിശുദ്ധ ആത്മാവ് എനിക്ക് കാണിച്ചു തന്ന ഒരു പ്രൊഫറ്റിക് വേർഡ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ബസ്സുകൾ പിടിച്ച് ജനം കയറി വരുന്ന ഒരു ആത്മശക്തി, മിറക്കിൾസുകൾ വെളിപ്പെടുന്ന ഒരു സീസൺ ഉണ്ടാകും. റൂമുകൾ ബുക്ക് ചെയ്ത് കുന്നംകുളത്തും പരിസരത്തും ജനം തമ്പടിക്കുന്ന ഒരു സീസൺ ഉണ്ടാകും. അത് സംഭവിക്കും. I believe in miracles because I believe in Jesus. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, കാരണം ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അത്ഭുതങ്ങളിൽ വിശ്വസിച്ചേ മതിയാവൂ. കാരണം യേശു ക്രിസ്തു എവിടെയുണ്ടോ അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നടക്കത്തില്ലെന്ന് വിധി എഴുതിയ സകലത്തെയും പൊളിച്ചു കളഞ്ഞ് നിന്റെ കുടുംബത്തിന്റെ അകത്ത് അത്ഭുതം നടക്കും. അത്ഭുതം നടക്കും. നടക്കത്തില്ലെന്ന് പറഞ്ഞ സകല റിപ്പോർട്ടിനെ പരിശുദ്ധ ആത്മാവ് പൊളിച്ചു കളഞ്ഞ് ഒരു തലമുറ നിങ്ങളുടെ കരത്തിൽ ദൈവം തരും. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? സകല റിപ്പോർട്ടിനെ പൊളിച്ചു കളഞ്ഞ് നിന്റെ ഉദരത്തിൽ ഒരു അത്ഭുതത്തിന്റെ ഉറവ തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായ ആലോചന പറയുന്നു. രണ്ടുപേരും എഴുന്നേറ്റ് നിന്ന് കരമുയർത്തി പിടിച്ചേ. ജനം ഇവരെ കരങ്ങൾ നീട്ടിയേ. I believe in miracle because I believe in Jesus. ഇപ്പോൾ ദൈവശക്തി, ദൈവശക്തി, fire, 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 fire. Oh, shakata. Oh, സാറയുടെ നിർജീവമായ ഗർഭപാത്രത്തിന്റെ അകത്തേക്ക് വചനത്തിന്റെ ശക്തി അടിച്ചപ്പോൾ ആ ഗർഭപാത്രത്തിന്റെ സ്വഭാവം മാറി. അവളുടെ ഹോർമോണുകൾ മാറി. അവളുടെ അവയവങ്ങൾക്ക് മാറ്റമുണ്ടായി. ഓ, പരിശുദ്ധ ആത്മാവ് പറയുന്നു, ആ ശക്തി നിങ്ങളുടെ മേലിറങ്ങും. നിങ്ങൾ വിശ്വസിച്ചോ? സകല വെല്ലുവിളികളെ പരിശുദ്ധ ആത്മാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു വശത്ത് നിങ്ങളെ ചുറ്റി പിരിഞ്ഞു നിൽക്കുമ്പോൾ തന്നെ, ഇങ്ങനെ ചുറ്റി പിണഞ്ഞു കിടക്കുമ്പോൾ തന്നെ ദൈവശക്തി നിന്റെ ഭവനത്തിന്റെ, നിന്റെ ശരീരത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ ഇതാ വരുന്നു.
ഇതൊരു അത്ഭുതമായി തീരുന്നു. ഹോർമോണുകളിൽ ചേഞ്ചുകൾ സംഭവിക്കുന്നു. എന്നെ ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ, നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണുകളിൽ ഡിഫക്റ്റ്, അത് കേടായിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ഹോർമോണുകളുടെ സന്തുലിതമല്ലാത്ത അവസ്ഥകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആത്മാവിൽ ഞാൻ അതിനെ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള സിക്നസ്സുകൾ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ ഹീലാകട്ടെ. എല്ലാ ബാരൻ സ്പിരിറ്റിനെ കുടുംബങ്ങളിൽ നിന്ന് ഞാൻ കാസ്റ്റ് ഔട്ട് ചെയ്യുന്നു. തലമുറകൾ ഇല്ലാതെയാക്കുന്ന സ്പിരിറ്റിനെ ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ, ഇതിനകത്തുള്ളവർ, ഞാൻ കൽപ്പിക്കുന്നു, അത് നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ അഴിച്ചു കളയുന്നു. വിശ്വസിക്കുന്നെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹോർമോണുകളിൽ ചേഞ്ച്. ഞാൻ എടുത്ത മെസ്സേജ് ഒരുപാടുണ്ട്, എനിക്കത് എവിടെ കൊണ്ട് പറയണമെന്ന് അറിയത്തില്ല. ഹോർമോണുകൾ ചേഞ്ച് എന്ന് പറയുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് സ്വന്തം മകനെ, സാറയിൽ ഒരു മകനെ തരും. അപ്പോൾ അബ്രഹാം ഒരുപാട് ചിരിച്ചു, സാറയും ചിരിച്ചു. പ്രൈസലോ. അത് ചിരിച്ചിട്ട് പറഞ്ഞു, വൃദ്ധയായ എനിക്ക് ഇനി സുഖഭോഗങ്ങൾ ഉണ്ടാകുമോ? ഹല്ലേലൂയ. വൃദ്ധയായ സാറ ഇനി ഗർഭം ധരിക്കുമോ? സ്ത്രീകളുടെ പതിവ് അവൾക്ക് നിന്നുപോയി. വയസ്സായ ഇനി എനിക്ക് ഇതൊക്കെ കഴിയുമോ എന്നൊക്കെ അബ്രഹാം ചോദിച്ചു. പക്ഷെ ചില സീസൺ കഴിഞ്ഞപ്പോൾ ഇവരുടെ ഹോർമോണുകളിൽ വ്യത്യാസം വരുവാൻ തുടങ്ങി. ലിറ്ററലി ചേഞ്ചായി. ഞാൻ അതിന് ഉദാഹരണം പറയാം. ഇവർ അവിടെ നിന്ന് പോയപ്പോൾ അബീമലേക്ക് എന്ന് പറയുന്ന രാജാവ് സാറേനെ അടിച്ചോണ്ടുപോയി. സാറയെ എന്ത് വർത്താനാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയണേ? ഇതൊക്കെ പറയാൻ പാടും? ഈ പുള്ളി ശരിയല്ല കേട്ടോ, നാളെ തൊട്ട് ഈ പുള്ളിയുടെ മീറ്റിങ്ങിനൊന്നും പോകരുത് എന്ന് ഇതും കാണിച്ചിട്ട് ആൾക്കാർ പറയും. അവരിത് മാത്രമേ കട്ടിയുള്ളൂ, ഇതിന് മുന്നിലുള്ളതും പുറകിലുള്ളതും പറയത്തില്ല. പ്രൈസലോ. അബിമേലേക്ക് വന്ന് സാറയെ അടിച്ചോണ്ടുപോയി. നമ്മളെ നാട്ടിലൊക്കെ 18 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കില്ലേ, അതുപോലെ അടിച്ചോണ്ടുപോയി. ആക്ച്വലി വയസ്സ് ചെന്ന് കൂനിയായിരിക്കുന്ന വെല്ലുമിച്ചനെ ആരെങ്കിലും അടിച്ചോണ്ട് പോകും. ഇത്തിരി കാണാൻ അല്ലേ? വല്യമ്മമാരെ ആരെങ്കിലും അടിച്ചു പോലെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ എഴുതി ഒപ്പിട്ട് മേടിക്കാൻ വേണ്ടി അടിച്ചോണ്ട് പോകും. അല്ലാണ്ട് ഭാര്യയാക്കാൻ വേണ്ടി ആരെങ്കിലും അടിച്ചോണ്ട് പോകും. പിന്നെ എന്തിനടിച്ചോണ്ട് പോയി? ഇങ്ങോർക്ക് എന്റെ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ? അബിമലേക്ക് രാജാവിന്. നിങ്ങൾ വചനം വായിക്കണം, നിങ്ങൾ എല്ലാവരും എക്സ്പെക്റ്റിൽ അത് വായിക്കണം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞപ്പോ അബ്രഹാം പറഞ്ഞ്, വയസ്സ് എന്ന് വൃദ്ധയായ എന്റെ ഭാര്യയ്ക്ക് എനിക്ക് മറ്റേ സ്ത്രീകളെ പതിവൊക്കെ അത് പറഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഒരു രാജാവ് കട്ടുകൊണ്ടുപോയി ഭാര്യയാക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അയാൾക്ക് തലക്ക് സുഖമില്ലാതെയല്ല കട്ടുകൊണ്ടുപോയത്. കർത്താവ് പറഞ്ഞ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ സാറയുടെ ഹോർമോണുകളിൽ ചേഞ്ച് വന്നു. ചുക്കിച്ചുളിഞ്ഞ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നു. അവളുടെ ചുളിഞ്ഞ മുഖക്കെ ഇങ്ങനെ ആപ്പിൾ പോലെ തുടുക്കുവാൻ തുടങ്ങി. അവളുടെ ശരീരം ഒരു പുരുഷനെ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവളുടെ ശരീരത്തിൽ ഹോർമോണുകൾ ചേഞ്ചായി. അപ്പൊ അവിടെ സംഭവിച്ചൊരു കാര്യമുണ്ട്. ആ വയസ്സ് തന്ന വല്യമ്മച്ചി അവളുടെ ഔട്ട് അപ്പിയറൻസിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളിൽ, നിങ്ങളുടെ ഹോർമോണുകളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നു. ലിറ്ററലി സംഭവിച്ചു തുടങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങൾ സൗഖ്യത്തിന് വിധേയമാകട്ടെ. ഹോർമോൺ ചേഞ്ചുകൾ മാറട്ടെ. ഞാൻ ഈ വേർഡ് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയാണ് കേട്ടോ. കർത്താവിന് അത്ഭുതം ചെയ്യാൻ കഴിയും. വയസ്സ് എന്ന് എനിക്ക് വൃദ്ധ ഈസാക്ക് ജനിച്ചതിന് ശേഷം അബ്രഹാമിന്റെ പരിപാടി ഞാൻ വെച്ച് അപ്പോഴെങ്കിലും ഈ പരിപാടി നിർത്തി കാണുന്നു ചിന്തിച്ചു. അബ്രഹാം വീണ്ടും വെപ്പാട്ടിമാരെയൊക്കെ കാര്യമില്ല.
പ്രൈസിൽ എങ്കിലും പുള്ളിയുടെ ശരീരം ഒന്നുകൂടെ റിനോവേറ്റ് ആയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മമണ്ഡലവും നിങ്ങളുടെ ഫിസിക്കൽ തലവും ഒരുപോലെ പരിശുദ്ധ ആത്മാവ് റിന്യൂ ചെയ്തു തരുവാൻ പോകുകയാണ്. ഓ ജീസസ്. ആർക്കെങ്കിലും അത് ഉപകരിക്കുന്നെങ്കിൽ അത് എടുത്താട്ടെ. അപ്പോൾ റിനോവേഷൻ എന്ന് പറയുന്നത്, റിന്യൂ ചെയ്യുക എന്ന് പറയുന്നത്, നിനക്ക് മുൻപുണ്ടായിരുന്ന ആ നിലവാരത്തിൽ നിന്ന് ഹയർ നിലവാരത്തിലേക്കുള്ള ഒരു ഷിഫ്റ്റ്. പ്രവാചകൻ വന്ന് ഇവരോട് പറഞ്ഞു, ഗിൽഗാലിലേക്ക് അഭിഷേകമുണ്ടെങ്കിൽ ഈ അഭിഷേകത്തിന്റെ ആ പ്രോപ്പറായ ഒരു ഫങ്ഷനിലേക്ക് വരുവാൻ മിക്കപ്പോഴും ചില കാലഘട്ടങ്ങൾ എടുക്കും. ചില സീസണുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് കടന്നു വരും. എന്റെ മേൽ, നിങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ ചില സീസണുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ദൈവത്താൽ. അപ്പൊ ഇവിടെ ശൗലിനെ നോക്കുമ്പോ, ശൗലിനെ അപ്പന്റെ കഴുതകളെ കാണാതെ പോയപ്പോ ശൗൽ ഇതിനെ അന്വേഷിച്ച് നടന്ന് ബെന്യാമിൻ ദേശത്തും എഫ്രീം ദേശത്തൊക്കെ നടന്ന് ശാലീം ദേശത്തെത്തിയപ്പോൾ അവിടെ പ്രവാചകനുണ്ട്, രാമോത്തിൽ പ്രവാചകനുണ്ടെന്ന് ദാസൻ പറഞ്ഞ് ഈ പ്രവാചകന്റെ അടുക്കലേക്ക് ശൗൽ പോയി. ശൗൽ വരുന്നതിന് ഒരു ദിവസം മുൻപേ പ്രവാചകനോട് യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ ഇസ്രയേലിന് വേണ്ടി ഒരു രാജാവിനെ കണ്ടെത്തി കഴിഞ്ഞു, അവൻ നാളെ നിന്റെ അടുക്കൽ വരും. പ്രൈസ് ദി ലോർഡ്. നീ അവനെ അഭിഷേകം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഒരുപാട് ചിന്തകൾ അകത്തുനിന്ന് ഈ അഭിഷേകത്തിന് പല ക്യാരക്ടറുകളുണ്ട് നിന്നിൽ ഫങ്ഷൻ ചെയ്യുന്നത്. എന്റെ മേൽ വീണ അഭിഷേകത്തിന്റെ പല ലെവലുകളുണ്ട്, പല ടൈമുകളുണ്ട്. നിങ്ങളുടെ മേൽ വീണ അഭിഷേകത്തിന് പല ലെവലുകളുണ്ട്, പല ടൈമുകളുണ്ട്. ഇവിടെ പ്രവാചകന്റെ അടുക്കൽ എത്തിയ ശൗലിന്റെ മേൽ ഈ ശമൂവേൽ പ്രവാചകൻ ഈ അഭിഷേക തൈലമൊഴിച്ച് നിന്നെ ഇസ്രയേലിന്റെ പ്രഭുവായി, രാജാവായി അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞു. അവ അഭിഷേകത്തിന്റെ ക്യാരക്ടർ, സ്വഭാവം എന്ന് പറയുന്നത് വ്യത്യസ്ത രീതികളായിരിക്കും. നിന്റെ മേലൊരു അഭിഷേകം വീഴുമ്പോൾ അത് ആദ്യ നിലവാരത്തിൽ അത് വളരെ പേഴ്സണലായി, പ്രൈവറ്റ് ആയിട്ടായിരിക്കും നിന്റെ മേൽ അത് വീഴുന്നത്. ഈവൻ ശൗലിന്റെ വിശ്വസ്തനായ ഭൃത്യനെ പോലും മാറ്റി നിർത്തി ശമൂവേലും പ്രവാചകം ചെയ്യുന്ന പ്രവാചകനും ആ അഭിഷേകം ചെയ്യുന്ന പ്രവാചകനും അഭിഷേകം സ്വീകരിക്കുന്ന ശൗലും മാത്രമുള്ളപ്പോൾ ഇങ്ങനെ അഭിഷേക പാത്രം എടുത്ത് ശമൂവേലിന്റെ തലയിൽ ഒഴിച്ചു. ഞാൻ പറയുന്നു, ഫസ്റ്റ് അനോയിന്റിംഗ് വിൽ ബി പേഴ്സണൽ അനോയിന്റിംഗ്, പ്രൈവറ്റ്, വ്യക്തിപരമായ ജീവിതത്തിലുള്ള ഒരു അഭിഷേക തൈലം. നിന്റെ പ്രൈവറ്റ് ലൈഫിൽ, നിന്റെ പേഴ്സണൽ ലൈഫിൽ, നിന്റെ സ്വകാര്യ ജീവിതത്തിൽ നിന്റെ മേലൊരു അഭിഷേക തൈലം ഒഴുകണം. അഭിഷേകം ചെയ്യുന്നവനുമായി നീ മാത്രം ഒന്ന് കണക്ട് ആകണം. അഭിഷേകം മേടിക്കാൻ സകല പരിപാടികളും നമ്മൾ പോയി തിക്കിത്തിരക്കി ആളെ മറിച്ചിട്ട് നമ്മൾ മേടിക്കാറുണ്ട് കയ്യൊപ്പ് കിട്ടാൻ. ഞാനൊക്കെ സന്തോഷങ്ങളുണ്ട്, പക്ഷെ അത് മാത്രമായിട്ട് നടന്ന കാര്യമില്ല. ശൗലിനോട് പരിശുദ്ധാത്മാവിനെ കാണിച്ചത് ഇവന്റെ മേൽ വീണ ഫസ്റ്റ് അനോയിന്റിംഗ് that was
പേഴ്സണൽ അനോയിന്റിങ്. വെരി പ്രൈവറ്റ്ലി പേഴ്സണലി. നിന്റെ അടച്ചിട്ട മുറിയിൽ നിന്നെ അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവുമായി നീ കണക്ട് ആകുവാൻ, വചനവുമായി സ്വർഗവുമായി നീ കണക്ട് ആകുവാൻ തുടങ്ങുമ്പോൾ ആരും അറിയാത്ത രഹസ്യ പ്രാർത്ഥനയിൽ നിന്റെ മേൽ ഒരു അഭിഷേക തൈലം ഇറങ്ങണം. ഓ ഈ അഭിഷേകം വീണ കോഴി മുട്ടയിട്ട പോലെ നടക്കത്തില്ല. കോഴി മുട്ടയിട്ട ബഹളം വെക്കും, ഞാനൊരു മുട്ടയിട്ടേ എന്ന് പറഞ്ഞ് ബഹളം വെക്കും. എൻ്റെ മേലൊരു അഭിഷേകം വീണയില്ല. ഇത് നീ പ്രൈവറ്റായിട്ട് സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈവറ്റായിട്ട് സൂക്ഷിക്കണം. നിന്റെ മേൽ വീണ അഭിഷേകം, ഈ അഭിഷേകത്തിൽ നീ ഇങ്ങനെ നീ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ശമൂവേൽ എന്തു പറഞ്ഞു എന്ന് ഭൃത്യൻ ചോദിച്ചു കാണും. വീട്ടിൽ ചെന്നപ്പോൾ അപ്പൻ ചോദിച്ചു, അപ്പന്റെ ചേട്ടനോ അനിയനോ ചോദിച്ചു, നീ ശമൂവേൽ പ്രവാചകനെ കണ്ടപ്പോൾ അവൻ എന്തു പറഞ്ഞു? അവനൊന്നും പറഞ്ഞില്ല, കഴുതകളെ കണ്ടു കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ അവൻ അഭിഷേക തൈലം വീണ കാര്യമൊന്നും പറഞ്ഞില്ല. ഈ ആവശ്യമില്ലാതെ അഭിഷേക തൈലം വീണു, അത് വീണു, ഇത് വീണെന്ന് പറയുമ്പോൾ നിനക്കെതിരെ സകല കുലുമാനങ്ങളും കയറി വരും. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഞങ്ങൾ ഇതൊക്കെ ഒരുക്കി പറഞ്ഞു ഇതിന്റെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അവൻ തന്റെ വീട്ടിൽ ചെന്നപ്പോ ചോദിച്ചു, പ്രവാചകൻ എന്ന് പറഞ്ഞു. അവൻ ഈ അഭിഷേക തൈലം ഇവൻ ഇസ്രായേലിന്റെ പ്രഭുവായെന്നും ഇസ്രായേലിനെ നയിപ്പാനുള്ള ഒരു അഭിഷേകം ഇവന്റെ തലമേൽ വീണു എന്ന് അവൻ പറഞ്ഞില്ല. വെരി സീക്രട്ട്ലി അവൻ അതിനെ കവർ ചെയ്തു. നിന്റെ മേൽ വീണ അഭിഷേകത്തെ നിന്റെ സ്വകാര്യ ജീവിതത്തിൽ നീ സൂക്ഷിച്ച് അതിനുമായി നീ പ്രാക്ടീസ് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ അടുത്ത ലെവലിലോട്ട് പരിശുദ്ധാത്മാവ് നിന്നെ ഷിഫ്റ്റ് ചെയ്യും. നിന്റെ മേൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വീണ ചില അഭിഷേക തൈലമുണ്ട്. നിന്റെ പ്രാർത്ഥനയിൽ വീണ അഭിഷേകമുണ്ട്. ഓൺലൈൻ വാച്ച് ചെയ്യുന്നവരെ, നിന്റെ മേൽ വീണ അഭിഷേക തൈലമുണ്ടല്ലോ. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ആരും കൈവയ്ക്കാതെ, ആരും നിന്നെ സ്പർശിക്കാതെ, ആരും തൈലമൊഴിക്കാതെ നിന്റെ മേൽ വീണ അഭിഷേക പകർച്ച ഉണ്ടല്ലോ. നീ അതിനെ സീക്രട്ടായി സൂക്ഷിച്ചോ. നീ അതിനെ വിളിച്ചു പറയണ്ട. അതിനെ പറയേണ്ട സമയത്ത്, പബ്ലിക് ആക്കേണ്ട സമയത്ത് സ്വർഗം പബ്ലിക് ആക്കും. Oh, Jesus. I have that kind of experience. അതുപോലത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. Praise the Lord. Hallelujah. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ജനത്തോട് പറയുന്നു, നിങ്ങളുടെ മേൽ അങ്ങനെ വീണ അഭിഷേകത്തെ നിങ്ങൾ ഗൗരവമുള്ളതായി കാണണം. ഗൗരവമുള്ളതായി കാണണം. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിനക്കുണ്ടായ ആ സ്പർശനമുണ്ടല്ലോ, ആ സ്പാർക്കുണ്ടല്ലോ, ആ നിയോഗമുണ്ടല്ലോ, ആ ആത്മശക്തി ഉണ്ടല്ലോ, അതിനെ നീ ഗൗരവമുള്ളതായി കാണണം. നീ അതിനെ നിന്റെ മാർവോട് ചേർത്ത് പിടിച്ചോ. അടുത്ത സീസൺ ഓപ്പൺ ആകും. ഈ അഭിഷേക തൈലം വീണ ഈ പുള്ളിക്കാരൻ വീണ്ടും അപ്പന്റെ വീട്ടിലേക്ക് പോയി പഴയ പണി തന്നെ ചെയ്തു. ഞാൻ ചോദിച്ചു, കർത്താവ് ഇത്രയും അഭിഷേകം വീണ ഞാൻ ഇത്രയും കാലമായിട്ട് എന്താണ് ഒന്നും ഉപയോഗിക്കപ്പെടാത്തതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. സമാനമായി എൻ്റെ ഒരുപാട് അഭിഷക്തന്മാർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ വാക്തത്വങ്ങളൊന്നും അഭിഷേകമൊന്നും പുറത്തു വരുന്നില്ലെന്നേ. എത്ര അഭിഷേകമുണ്ട്, എത്ര വാക്തുണ്ട്, പുറത്തു വരുന്നില്ലെന്നേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നവരോട് പറയാണ്, അത് വരുന്നില്ലെന്ന് നീ അതിനെക്കുറിച്ച് ബേജാറാകണ്ട, ടെൻഷൻ അടിക്കണ്ട. അതിൻ്റെ അടുത്ത ലെവൽ ഓപ്പൺ ആകും. നിന്റെ മേൽ വീണ, നിന്നോട് പരിശുദ്ധ ആത്മാവ് പറഞ്ഞ, നിനക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അത് സംഭവിക്കും. നീ ഒന്ന് ശാന്തമായി, സൈലന്റായി അത് പറഞ്ഞവനോട് കൂടെ തന്നെ ചേർന്ന് നിന്നോ. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ 1:20 പറയുന്നു, അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ട് എങ്കിലും അവ ഉവ്വ് ഉവ്വ് എന്നുള്ളത് അത്രേ.
പ്രൈസ് ലോർഡ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകമുണ്ടല്ലോ, ഈ അഭിഷേകം എന്നും പ്രൈവറ്റ് ആയിരിക്കത്തില്ല, എന്നും സീക്രട്ട് ആയിരിക്കത്തില്ല. അതിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ അതിനെ അനക്കം തുടങ്ങും, അത് ചലിക്കുവാൻ തുടങ്ങും. ഓ, അത് ചലിക്കുവാൻ തുടങ്ങും, അത് ചലിക്കുവാൻ തുടങ്ങും. നിന്റെ മേൽ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ സീസണുകളിൽ നിന്റെ പ്രാർത്ഥനയിൽ നീ ദൈവമായി ഉടമ്പടി ചെയ്തപ്പോൾ, നീ ദൈവത്തോട് കൂടെ ഇരുന്നപ്പോൾ ഉണ്ടായ അഭിഷേകത്തിന്റെ പകർച്ചയുണ്ടല്ലോ, അത് എന്നും മൂടപ്പെട്ട് കിടക്കത്തില്ല, അത് പുറത്തു വരും. ഈ അഭിഷേകത്തിന്റെ ഫസ്റ്റ് ഒരു ആദ്യ സ്വഭാവം എന്ന് പറയുന്നത് ഭയങ്കര സീക്രട്ട് ആയിരുന്നു. ഇത് ഭയങ്കര പ്രൈവറ്റ് ആയിരുന്നു. നമ്മളിതൊന്നും അങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമില്ല. കർത്താവ് തന്നെ അത് പുറത്തേക്ക് കൊണ്ടുവരും. നിന്റെ മേലുള്ള അഭിഷേകം ഓവർഫ്ലോ ആണ്. നിന്നിൽ നിന്ന് അത് പുറത്തേക്ക് ഒഴുകണം, പുറത്തേക്ക് ഒഴുകണം, പുറത്തേക്ക് ഒഴുകണം, ഒഴുകണം. അത് പബ്ലിക് തിരിച്ചറിയുവാൻ തുടങ്ങും. നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേക തൈലമുണ്ടല്ലോ, അത് പുറത്തേക്ക് ഒഴുകും, അത് പുറത്തേക്ക് ഒഴുകും, അത് പുറത്തേക്ക് ഒഴുകും. അത് പൊട്ടി 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 പുറത്തു വരും. ഹല്ലേലൂയ. ആ വിലയേറിയ തൈലം മറിയ വന്ന് യേശുവിന്റെ കാൽക്കൽ ആ തൈലത്തിന്റെ ബോട്ടൽ ഉടച്ചപ്പോൾ ആ സുഗന്ധം വീട് മുഴുവൻ നിറഞ്ഞു. ആ തൈലത്തിന്റെ സുഗന്ധം ഇനി സീക്രട്ടായി ഇരിക്കത്തില്ല, അത് പബ്ലിക്കായി. അങ്ങനെ സംഭവിക്കട്ടെ. അപ്പോ ഈ അഭിഷേകം വീണ ഇവന്റെ മേലൊരു സീസൺ, സീക്രട്ട് സീസൺ, പ്രൈവറ്റ് സീസൺ. ഈ പ്രൈവറ്റ് സീസൺ ഇറ്റ്സ് നോട്ട് ഈസി സീസൺ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള സീസൺ അല്ല കേട്ടോ. ഇനി അടുത്തത്, അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ രാമയിലേക്ക് ഈ പ്രവാചകൻ ചെന്നു. യഹോവയായ ദൈവം പറഞ്ഞ ഒരു യാഗം കഴിച്ച് ഇസ്രായേലിനെ ഒരു പ്രഭുവിനെ തീരുമാനിക്കണം. അങ്ങനെ പ്രഭുവിനെ തീരുമാനിക്കാൻ വേണ്ടി യാഗം കഴിക്കാൻ ചെന്ന് അങ്ങനെ ചീട്ടിട്ടു. ബെന്യാമിൻ ഗോത്രത്തിന് വീണു. ബെന്യാമിൻ ഗോത്രത്തിൽ മിത്ര കുടുംബത്തിന് വീണു അടുത്ത ചീട്ട്. മിത്ര കുടുംബത്തിന് ചീട്ട് വീണ് കഴിഞ്ഞപ്പോ കീശിന്റെ മകനായ ശൗലിന്റെ മേൽ ചീട്ട് വീണു. ഞാൻ ഇന്ന് രാവിലെ കൂടി ചിന്തിച്ചു, എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള രണ്ടാമത് ഈ പുള്ളിക്ക് തന്നെ. പബ്ലിക് ഇസ്രായേൽ ജനം മുഴുവൻ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുക. ആർക്കാവും ഓണ ബമ്പർ അടിക്കുക എന്ന് ടി വിയിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് നോക്കി നിന്നില്ലേ? പ്രൈസലോ. ആർക്കാവും ഓണ ബമ്പർ അടിക്കുക? കർത്താവ്, അത് കിട്ടിയിരുന്നെങ്കിൽ എന്റെ കടൊന്നും മാറിയിരുന്നു, ഒരു 10 ലക്ഷമെങ്കിലും കിട്ടിയാൽ മതി എന്നിട്ട് എടുത്ത ഒരുപാട് പാസ്റ്റർമാരിനെ എനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഇങ്ങനെ ഇരിക്കുകയാണ്. ആർക്കായിരിക്കും നറുക്കുഴ? ആരായിരിക്കും അഭിഷക്തൻ? ആരായിരിക്കും രാജാവ്? കൃത്യം ശൗലിന്റെ തലമേലാ നറുക്ക് വീണു. ശൗലിനറിയാം ഇത് എന്റെ തലമേലെ വീഴുള്ളൂ. കാരണം പണ്ട് ഞാനും പ്രവാചകനും മാത്രമുള്ള ഇടത്ത് ഒന്ന് എന്റെ തലയിൽ ഒഴുകിയതാ. ഞാൻ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഒഴുകിയതാ. എന്റെ പ്രാർത്ഥനയിൽ ഒഴുകിയതാ, എന്റെ ആരാധനയിൽ ഒഴുകിയതാ. ഇനിയും എന്റെ മേൽ വെളിപ്പെടും, എന്റെ മേൽ ഒഴുകും, നിന്റെ മേൽ അത് സംഭവിക്കും. നറുക്കെടുക്കണേക്കാ മുമ്പ് ഈ പുള്ളിന് നറുക്ക് വീണപ്പോ എല്ലാരും ചോദിച്ചു, ഈ പുള്ളി അവിടെ കാണാനില്ല. അപ്പൊ ദൈവത്തോട് തന്നെ അരുളപ്പാട് വെച്ചു, ഇവരിവിടെ വന്നിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു, ഇവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കേണ്ടത് പറഞ്ഞു. പ്രൈസലോ. ഞാനിതിനൊക്കെ കർത്താവ് എന്തെങ്കിലും ഒരു വേർഡ് റെവലേഷൻ അതിൻ്റെ അകത്തുണ്ടോ? ഇവ അതിൻ്റെ അകത്ത് ഒളിച്ചിരുന്നു. നീ എവിടെ ഒളിച്ചിരുന്നാലും നിന്റെ മേൽ നറുക്കിട്ട് നിന്നെ പൊക്കിയെടുത്ത് നിന്റെ മേലുള്ള അഭിഷേകത്തെ പബ്ലിക്കിന്റെ മുൻപിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. അത് ആര് ചവിട്ടി താഴ്ത്താൻ നോക്കിയാലും, തേച്ച് കളയാൻ നോക്കിയാലും, കുറ്റം പറഞ്ഞ് നിന്നെ ഒതുക്കുവാൻ നോക്കിയാലും, നിന്റെ മേൽ വീണ അഭിഷേക തൈലം സ്വർഗം തന്നെ പബ്ലിക്കിൽ പുറത്തു കൊണ്ടുവരും. ശൗലിനറിയാം ഇത് എന്റെ മേൽ വീണു. പുള്ളി അവിടെ ഒളിച്ചിരുന്നു. പുള്ളിനെ പൊക്കി കൊണ്ടുവന്നപ്പോൾ പുള്ളി ഇസ്രായേലിൽ എല്ലാവരിലേക്കും തോൾ മുതൽ പൊക്കമുള്ളവനാ. ഞാനിത് വായിക്കുമ്പോൾ ഒരു കാര്യം പറയാം, അഭിഷേകം വീഴാൻ നിന്റെ ഗുണമൊന്നും വേണ്ട കേട്ടോ. പിന്നെ അങ്ങ് കർത്താവ് ഏറ്റവും തോൾ മുതൽ പൊക്കമുള്ള ഇത്തിരി ചന്തമുള്ളത് ഇരിക്കട്ടെ. എല്ലാവരും എന്നെ പോലുള്ളതാണെങ്കിൽ ആൾക്കാർ യോഗത്തിന് വരൂ. ഹല്ലേലൂയ. ഇത്തിരി സുന്ദരന്മാരും ഇരിക്കട്ടെ എന്ന് വെച്ച് ശൗലിനെ പിടിച്ചാക്കി. അത് അത്ര അങ്ങോട്ട് രക്ഷപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ ദാവീദിനെ പിടിച്ചാക്കിയത്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വന്നപ്പോഴാണ് മീൻ പിടിക്കാരനായ പത്രോസിനൊക്കെ, എന്റെ പോലത്തെ ക്യാരക്ടറുള്ള പത്രോസിനൊക്കെ പിടിച്ച് അഭിഷേകത്തിന്റെ തൈലം അവന്റെ മേൽ ഒഴിച്ച് ഹല്ലേലൂയ അവൻ ഉപയോഗിച്ചത്. കാരണം ഇതിന്റെ അകത്ത് നിറം, ഗുണം, മണം, പഠനം, പ്രശസ്തിയും മാന്യതയും ആരോഗ്യവും ഒന്നുമില്ലെന്ന്. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. അഭിഷേകം വിടാൻ ദൈവത്തിന്റെ കൃപയാ. പക്ഷെ നീ അഭിഷേകം സൂക്ഷിച്ച് നിലനിർത്തുന്നത് നിന്റെ ഉത്തരവാദിത്തം. സംഭവം വീഴാൻ ഈസിയാ, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുവാൻ പണിയാ, അത് കണ്ടെയ്ൻ ചെയ്യുവാൻ പണിയാ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. അന്ന് സെക്കൻഡ് ഈ റാമയിൽ വെച്ച്, ശാലീം ദേശത്ത് വെച്ച് പ്രൈവറ്റായി വീണ അഭിഷേകത്തിന്റെ അടുത്ത വേർഷൻ പബ്ലിക്. അന്ന് ഇസ്രയേലിലെ ജനമെല്ലാം അറിഞ്ഞു ഈ പുള്ളി ആരാണ്. പുള്ളി ഇത്രയും ആള് ഈ അഭിഷേകം കിട്ടി കാളയും പൂട്ടി നടക്കായിരുന്നു ഇവിടെ. അപ്പന്റെ കഴുതകളായിട്ട് വീണ്ടും നടക്കുകയാണ്. പക്ഷെ അന്ന് ഇവന്റെ മേൽ വീണു. ഈ അഭിഷേകം വീണ് കഴിഞ്ഞപ്പോ കുറെ പേര് ഇവന്റെ കൂടെ കൂടി, കുറെ പേര് ഇവന് എതിരായി. ഇവനാണോ ഞങ്ങളെ രക്ഷിക്കാൻ പോണത്? അതിലെഴുതിയാണ്, നിങ്ങൾ അത് വീട്ടിൽ പോയി വായിക്കൂ. ഒരു കൂട്ടം പറഞ്ഞ് ഇവനെ ധിക്കരിച്ചു, ഇവനെതിരെ സംസാരിച്ചു. പക്ഷെ അവിടെ ശൗലോ അത് കാര്യമാക്കിയില്ല. നിന്റെ മേലുള്ള അഭിഷേകത്തെ സ്വീകരിക്കുന്നവരുണ്ടായിരിക്കും, ധിക്കരിക്കുന്നവരുണ്ടായിരിക്കും. നീ അതൊന്നും കാര്യമാക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ മേൽ വീണ അഭിഷേകം നീ സൂക്ഷിച്ചാ മതി. ധിക്കരിക്കുന്നവർ, നീ നിന്റെ യജമാനെ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞവർ, അവർ മടുമ്പാടെ വീണ്, ഏലിയാവിന്റെ ആത്മാവിന്റെ മേലുണ്ടെന്ന് പറഞ്ഞ് അവന്റെ മുൻപിൽ വീണു. ഇന്ന് പകലിൽ ഞാൻ പ്രവചിക്കുന്നു, ആര് നിന്നെ തള്ളിക്കളഞ്ഞുവോ ഉപേക്ഷിച്ചുവോ അവർ തന്നെ നിന്നെ കൊണ്ട് നടക്കുന്ന ഒരു സീസൺ ഇത് തുറന്നു വരുന്നു. നിന്റെ തലമുറയ്ക്കെതിരെ പറഞ്ഞവർ തന്നെ നിന്റെ തലമുറയുടെ ഉയർച്ച കാണുവാൻ പോവുകയാണ്. നിന്റെ കുടുംബം തകരുമെന്ന് പറയുന്നവർ തന്നെ നിന്റെ കുടുംബം പണിയപ്പെടുന്നത് കാണുവാൻ പോവുകയാണ്. നിന്റെ ബിസിനസ് ഗുണം പിടിക്കത്തില്ല എന്ന് പറയുന്നവന് മുന്നിൽ തന്നെ നീ അടുത്ത ബിസിനസ് തുടങ്ങുവാൻ പോവുകയാണ്. നീ ശുശ്രൂഷ വിജയിക്കത്തില്ല, നിന്റെ ചർച്ച വളരത്തില്ല, നീ ഉപയോഗിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞവന്റെ മുന്നിൽ വെച്ച് തന്നെ നീ ഉപയോഗിക്കപ്പെടുവാൻ പോവുകയാണ്. പറഞ്ഞു പോവാണ് കേട്ടോ, പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് രണ്ടാമത് പബ്ലിക്കലി പുള്ളിനെ അഭിഷേകം ചെയ്തു, രാജാവായി. പുള്ളി വീണ്ടും പോയി, വീട്ടിലോട്ട് പോയി, വീണ്ടും കാളെ പൂട്ടാൻ പോയി. പിന്നെ മോവാബിര് ഇസ്രയേലിനെ 18 വർഷം ഞെരുക്കി. 18 വർഷം, 14-15. അപ്പോ യഹോവയോട് ജനം നിലവിളിച്ചു. മോവാബിര് വന്ന് ഇവരെ മുടിച്ചു കളയെന്ന് പറഞ്ഞപ്പോ ജനമെല്ലാം 10-18 വർഷമായി മോവാബിരെ കൊണ്ട് തോറ്റുകിടക്കുക. ഇവന്മാര് നിലവിളിച്ചു. അപ്പോ വല്ലാത്തൊരു ഫൈനൽ സ്റ്റേജിലെത്തി. ഇനി മൂവ് ചെയ്യാൻ വയ്യ. രാജ്യം ഫ്ലറിഷ് ആകുന്നില്ല, രക്ഷപ്പെടുന്നില്ല, ഉയർച്ച ഉണ്ടാകുന്നില്ല. ഇവർ വന്ന് പീഡിപ്പിക്കുക, എല്ലാം തകർത്ത് കളയുകയാണ് ചെയ്തത്. അങ്ങനെ നോക്കിയപ്പോ ഇവർ വന്ന് നിലവിളിച്ച്, ഗിബിയോനിലെല്ലാം വന്ന് നിലവിളിച്ച്, ഇസ്രയേൽ ജനമെല്ലാം ഒരുമിച്ച് കൂടി നിലവിളിച്ച് കരയാൻ തുടങ്ങി. അന്നേരം പിന്നെ ശൗലിനെ കാണാൻ, അപ്പോൾ ശൗല് കാളയും കൊണ്ട് വരികയായിരുന്നു. എനിക്ക് വാജു ചിരി വന്നു. ഇത്രയും അഭിഷേക തൈലം വീണ പുള്ളിക്കാരൻ പിന്നെയും കാളയുടെ പുറകെ കിടക്കായിരുന്നു. അപ്പൊ ഞാൻ അതിനേക്കാൾ എത്രയും ഭേദം ഞാൻ അപ്പോ ഇസ്രായേൽ ജനം മുഴുവൻ കരയുന്നു. ശൗല് ചോദിച്ചു, എന്താ കരയുന്നു ചോദിച്ചു. പറഞ്ഞു, ഇത്രയും വർഷമായിട്ട് നമ്മൾ ഈ ജാതീയ ജനം പീഡിപ്പിക്കുകയാണ്, നമ്മളെ ഇപ്പൊ കൊന്നു മുടിക്കുന്ന അവർ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോ അപ്പോൾ തന്നെ 11-ാം അധ്യായത്തിലെ 5-ാം ജനമെല്ലാം ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഇതാ ശൗൽ കന്നുകാലികളെയും കൊണ്ട് വയലിൽ നിന്ന് വരുന്നു. ജനം കരഞ്ഞ് സംഗതി എന്ന് അവരോട് ചോദിച്ചു. യബേശ്വരുടെ വർത്തമാനം അവരെ അറിയിച്ചു. ശൗൽ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. സംഭവം കാളൊക്കെ ആയിട്ട് നടക്കായിരുന്നെങ്കിലും നോക്കുക, ഈ ഘട്ടം വന്നപ്പോൾ
ഇവന്റെ മേൽ ആത്മാവ് ശക്തിയോടെ വന്നു. ഇവന്റെ അകത്ത് വീണ അഭിഷേകത്തിന്റെ കോപം ജ്വലിച്ചു. ഓ ശകത റാഹ സാഖ. അപ്പൊ അന്ന് സീക്രട്ടായി വീണ അഭിഷേകവും പിന്നെ രാമയിൽ പബ്ലിക്കായി വീണ അഭിഷേകവും പുറത്തു വരുവാൻ പരിശുദ്ധ ആത്മാവിന്റെ ശക്തി അവന്റെ മേൽ വെളിപ്പെട്ടു വന്നു. അസാധാരണമായ തലങ്ങളിൽ അവൻ ജാതികളെ കൊന്നുമുടിച്ച് ഇസ്രയേലിനെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്. ഹല്ലേലൂയ. നിന്റെ മേൽ വീണ അഭിഷേകത്തിന്റെ തലത്തെ പുറത്തു കൊണ്ടുവരുവാൻ വീണ്ടും പരിശുദ്ധ ആത്മാവിന്റെ ഒരു ശക്തമായ ഇറങ്ങി വരവ് നീ ഇത് കേൾക്കുമ്പോൾ നിന്റെ മേൽ നീ ഇരിക്കുന്ന ഇടത്ത് ഇതാ സംഭവിക്കുന്നു. ഈ ശക്തി നിന്റെ മേൽ അടിച്ചാൽ നിനക്ക് പിന്നെ യെരുശലേമിൽ ഇരിപ്പാൻ കഴിയത്തില്ല, യഹൂദിയിൽ ഇരിപ്പാൻ കഴിയത്തില്ല, ശമരിയിൽ ഇരിപ്പാൻ കഴിയത്തില്ല. ഭൂമിയുടെ അറ്റത്തോളവും ഈ ശക്തി നിന്നെ വലിച്ചു കൊണ്ടുപോകും. ഹോ ശകത. നിന്റെ മേൽ വീണ അഭിഷേകത്തിന്റെ തലങ്ങൾ പുറത്ത് വെളിപ്പെടുത്തുവാൻ ഒരു ശക്തീകരണം, അഭിഷേകത്തിന്റെ ശക്തി ഇതാ നിന്റെ മേൽ ഇറങ്ങി വരുന്നു. അതിനെ പ്രാപിക്കുക. ഒരു കാര്യം കൂടെ ഞാൻ പറയാതെ പോയാ ഭയങ്കര വിഷമായി തീരും എനിക്ക്. എപ്പോഴെല്ലാം അഭിഷക്തന്മാർ എഴുന്നേറ്റിട്ടുണ്ടോ അതിന് പുറകിൽ ഒരു കാരണമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ജനമെല്ലാം ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഇതാ ശൗൽ കന്നുകാലികളെയും കൊണ്ട് വായിൽ നിന്നു. ഏത് അഭിഷക്തന്മാരും പുറത്തു വരുന്നതിന്റെ പുറകിൽ ഒരു കണ്ണുനീരുണ്ട്. ഇസ്രായേൽ ജനം വായു വിട്ട് നിലവിളിച്ചപ്പോൾ ദൈവം ഒരു അഭിഷക്തനെ എഴുന്നേൽപ്പിച്ചു. നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, ജസ്റ്റ് കേട്ടാൽ മതി. ന്യായാധിപന്മാർ 3:15 പറയുന്നു, ഇസ്രയേലിനെ മോവാബ് 18 വർഷം ഞെരുക്കിയപ്പോൾ ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. യഹോവ ഏഹൂദിനെ എഴുന്നേൽപ്പിച്ചു. ന്യായാധിപന്മാർ ഇസ്രയേൽ ജനം നിലവിളിച്ചപ്പോൾ ഒരു അഭിഷക്തനെ എഴുന്നേൽപ്പിച്ചു. ഈ ന്യായാധിപന്മാർ 4:3-4 ഇസ്രായേൽ മക്കൾ നിലവിളിച്ചപ്പോൾ ദൈവം ഗിദെയോനെ എഴുന്നേൽപ്പിച്ചു. മിദ്യാന്യർ ഇസ്രായേലിനെ പീഡിപ്പിച്ചപ്പോൾ ന്യായാധിപന്മാർ 6:6 ഏഹൂദിനെ എഴുന്നേൽപ്പിച്ചു, ശിംശോനെ എഴുന്നേൽപ്പിച്ചു, ഗിദെയോനെ എഴുന്നേൽപ്പിച്ചു, ശങ്കരനെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ന്യായാധിപൻ ഇവന്മാരൊക്കെ എഴുന്നേൽപ്പിക്കണേക്കാൾ മുമ്പ് ഞാൻ സമാനമായ ഒരു കാര്യം കണ്ടത്, എവിടെയൊക്കെ ഇസ്രായേൽ ജനം യഹോവയോട് നിലവിളിച്ചോ അപ്പോൾ അഭിഷക്തൻ എഴുന്നേറ്റു. ഒരു അഭിഷക്തൻ പുറത്തു വരുന്നതിന്റെ പുറകിൽ കണ്ണുനീരുണ്ട്. കണ്ണുനീരോടുകൂടി ഒരു പ്രാർത്ഥനയുണ്ട്. അഭിഷക്തന്മാരെ ജനിപ്പിക്കുന്ന ഒരു തലമുറയാകട്ടെ. അഭിഷക്തന്മാരെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ട് കൊന്നുകളയുന്ന കപടതയുള്ള ജനത്തിനും നേതാക്കന്മാരും ദുരുപദേഷ്ടാക്കന്മാരുടെ മുൻപിൽ അഭിഷക്തന്മാരെ ജനിപ്പിക്കുന്ന ജനവും പുറത്തു വരട്ടെ. ഒരു അഭിഷക്തൻ വെറുതെ ഉണ്ടാകുന്നതല്ല, ഒരു ജനത്തിന്റെ നിലവിളി പ്രാർത്ഥന അതിൻ്റെ അകത്തുണ്ട്. ഒരു ശമൂവേൽ പുറത്തു വന്നത് ഒരു ഹന്നായുടെ നിലവിളിയാണ്. ഒരു യോഹന്നാൻ സ്നാപകൻ പുറത്തു വന്നത് ഒരു എലിസബത്തിന്റെയും കുടുംബത്തിന്റെയും പ്രാർത്ഥനയായിരുന്നു. ഒരു ശിംശോൻ പുറത്തു വന്നത് ഒരു മനോഹയുടെയും ഭാര്യയുടെയും പ്രാർത്ഥനയും തീരുമാനവുമായിരുന്നു. അഭിഷക്തന്മാർ പുറത്തു വരുന്നതിന് ഒരു കരച്ചൽ അനിവാര്യമാണ്. കുന്നംകുളം പട്ടണമേ, അഭിഷക്തന്മാരെ കൊല്ലുന്ന പട്ടണമേ,
കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മറവിൽ മറയ്ക്കുന്നത് പോലെ എത്ര വട്ടം നിന്നെ മറയ്ക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഓ ജീസസ്. ഒരു നിലവിളി അവിടെ പോയിരുന്നു. അവിടെ യഹോവയായ ദൈവം തന്റെ ശക്തിയെ അയച്ച് ഒരുത്തിനെ എഴുന്നേൽപ്പിച്ച് ആ രാജ്യത്തെ പുനഃസ്ഥാപിച്ചു. ഇന്ന് പകലിൽ ഞാൻ പറയുകയാണ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ രാജ്യത്തെ പുനഃസ്ഥാപിക്കുവാൻ, വീണ്ടും ബിൽഡപ്പ് ചെയ്യുവാൻ, അതിനെ വൈഡപ്പ് ചെയ്യുവാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ. അവനെ എതിരെ എഴുതുകയും പറയുന്ന ഒരു വലിയ കൂട്ടം അവർ അവരുടെ പണി ചെയ്യട്ടെ. എന്നാൽ അഭിഷക്തന്മാരോടുകൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ കൂട്ടം എഴുന്നേൽക്കട്ടെ. ഓ ജീസസ്. ഒത്തിരി കാര്യങ്ങൾ എന്നോട് ദൈവം സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കുറെ മണിക്കൂർ ഇങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് ഇതെല്ലാം എന്റെ ഇമോഷണൽ, ഇതൊന്നും സ്റ്റേജിൽ പറയാതിരിക്കാൻ കർത്താവ് എന്നെ നാവിനെ ഒന്ന് സഹായിച്ചേക്കും. കാരണം എനിക്ക് ഇതിന്റെ ഇമോഷൻസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. പെന്തക്കോസ്തിന്റെ ശക്തിയെ ത്യജിപ്പിച്ച് കളയുന്ന കപടതയുടെ വെള്ളത്തേച്ച ശവക്കല്ലറ പോലെയുള്ള ഉപദേഷ്ടാക്കന്മാർ കയറി പെന്തക്കോസ്തിന്റെ ശക്തിയെ ത്യജിപ്പിച്ച് അനുഭവത്തെ ഇല്ലാതാക്കുന്ന വല്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് അഭിഷക്തന്മാരോടുകൂടെ ചേർന്ന് നിൽക്കുക. ഒരു വലിയ ദൈവ പ്രവൃത്തി തുറന്നു വരുവാൻ പോവുകയാണ്. ഓ ജീസസ്. ശമൂവേലിന്റെ അടുക്കലേക്ക് പോകുമ്പോ ശബലായി ചോദിച്ചു, നിന്റെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ പ്രവാചകനെ കൊടുപ്പാൻ? ഞാൻ ചിന്തിച്ചപ്പോ ഇന്നൊക്കെ വളരെ ആത്മീയ ഗോളത്തിൽ ട്രെൻഡായി കിടക്കുക. ട്രെൻഡാണ് ഇവർക്ക് യൂട്യൂബ് വ്യൂവേഴ്സും മണിയും കിട്ടാൻ വേണ്ടി അഭിഷക്തന്മാരെ കരുവാരി തയ്ക്കുന്ന ഗണം. ഞാൻ ചിന്തിച്ചു, ഈ സാമ്പത്തിക മണ്ഡലങ്ങളെ കുറിച്ച് ദൈവത്തിന് കൃത്യമായ ഇടപെടലുകളും ദൈവത്തിന് പദ്ധതികളുമുണ്ട്. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് ദൈവത്തിന്റെ തത്വം. ആദ്യകാലത്ത് ഒന്നുമില്ലാതിരുന്ന പെന്തക്കോസ്തിലെ അമ്മിച്ചുമാർ അവർ വയ്ക്കുന്ന അരിയുടെ ഒരു പിടി മാറ്റിവെച്ച് ആ കോഴിയിട്ട മുട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ മാറ്റിവെച്ച് ആലയത്തിൽ കൊണ്ടുചെന്ന് കൊടുത്തതിന്റെ ഒരു സാമ്പത്തിക നേട്ടമാണ് പിൻകാല തലമുറ അനുഭവിച്ചത്. അത് കൊടുത്തിട്ട് തന്നെയാണ് പ്രാപിച്ചത്. നിന്റെ സഭയിൽ ദൈവം നിന്നെ ആക്കിയെടുത്ത് നിന്റെ നന്മ നീ കൊടുത്തേ മതിയാവും. ശ്രീ ഭണ്ഡാരത്തിൽ കാണിക്കയിടുന്നത്, വഴിപാടുന്നത് യേശു നോക്കിക്കൊണ്ടിരുന്നു. യേശു നിന്റെ സാമ്പത്തിക മണ്ഡലത്തെ നോക്കുന്നുണ്ട്, നിന്റെ പ്രാർത്ഥനയെ നോക്കുന്നുണ്ട്, നിന്റെ ജീവിതത്തെ നോക്കുന്നുണ്ട്, നീ എത്ര ഇട്ടു എന്ന് നോക്കുന്നുണ്ട്. നിന്റെ എമൗണ്ടിന്റെ വലിപ്പ ചെറുപ്പമല്ല, നീ ഇടുന്നുണ്ടോ എന്ന് ദൈവത്തിന് കൃത്യമായി അറിയണം. സഫീറയും സാമ്പത്തിക മണ്ഡലത്തിൽ കൗശലം കയറ്റുവാൻ പദ്ധതി ഒരുക്കിയപ്പോൾ അഭിഷേകമുള്ള പത്രോസ് പറഞ്ഞു, നിന്റെ ഭർത്താവിന്റെ പ്രാണനെ കൊണ്ടുപോയുടെ കാലിവിടെ ഉണ്ട്. നന്മ മുടങ്ങട്ടെ എന്നല്ല പറഞ്ഞത്, നിന്നും കൊണ്ടുപോകണ്ട. കാരണം ദൈവത്തിന് കൃത്യമായ പദ്ധതി നിന്റെ സാമ്പത്തിക മണ്ഡലത്തിലുണ്ട്. നീ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നീ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യും. നീ ലോപമായി വിതച്ച നീ ലോപമായി തന്നെയാണ് കൊയ്യുന്നത്. നീ ധാരാളമായി വിതച്ച നീ ധാരാളമായി കൊയ്യും എന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിൽ തളർന്നു പോകരുത്. ദൈവത്തിന്റെ മഹത്വം അത് നിന്റെ ഭവനത്തിലേക്ക് കയറി വരുവാൻ ഒരു ഡോർ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ സ്വഭാവം. ശബല ആദ്യത്തെ അഭിഷേകം വേണപ്പോ തനിക്കുള്ളതൊക്കെ കൊടുത്തു. രണ്ടാമത്തെ അഭിഷേകം പബ്ലിക്കില്, മൂന്നാമത്തെ അഭിഷേകം ഹല്ലേലൂയ ഗിൽഗാലിലേക്ക് ഇവനെ കൊണ്ടുചെന്ന് റിന്യൂ ചെയ്തു. ഗിൽഗാൽ എന്ന് പറയുന്നത് ഹല്ലേലൂയ ചെങ്കടൽ മുറിച്ച് കടന്ന ഒരു പ്രദേശമാണ്. അവിടെ യോശുവ നാട്ടിയ 12 കല്ലുകളുണ്ട്. പരിച്ഛേദന കഴിച്ച ദൈവമായിട്ടുള്ള നിയമത്തിന്റെ ഉടമ്പടി ചെയ്ത സ്ഥലമാണ് ഗിൽഗാൽ. ഹല്ലേലൂയ.
ഗിൽഗാലിൽ വെച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം പൂർണ്ണമായി ശൗലിന്റെ മേൽ വെളിപ്പെട്ടു. ശൗലേ, അഭിഷേകം നിന്റെ മേൽ വീഴുന്നത് ഈസിയാ, അതിനെ സൂക്ഷിക്കുന്നത് നിന്റെ ഉത്തരവാദിത്ത. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ അഭിഷേകം തരികയാണ്. ഈ ശമൂവേൽ പറഞ്ഞു, വരിക, ഓ ഗിൽഗാലിലേക്ക് പോകുക, ഇവനെ ഞാൻ യഥാർത്ഥമായ ഒരു കിങ്ഷിപ്പ് അനോയിന്റിംഗിലേക്ക് ഫംഗ്ഷൻ ചെയ്യുന്ന തലത്തിലേക്ക് കയറ്റുവാൻ പോകുക. അന്ന് അവനെ പുതുക്കി. അവൻ പേരിനൊരു അഭിഷക്തൻ മാത്രമല്ല, അവൻ രാജാവായി തീർന്നു. അവൻ ലുക്ക് ലൈക്ക് എ കിങ്, അവൻ ആക്ടിങ് ലൈക്ക് എ കിങ്, അവൻ ടോക്കിംഗ് ലൈക്ക് എ കിങ്. അവൻ രാജാവിനെ പോലെ സംസാരിക്കുവാൻ തുടങ്ങി, രാജാവിനെ പോലെ ഡ്രസ് ചെയ്യുവാൻ തുടങ്ങി, രാജാവിനെ പോലെ നടക്കുവാൻ തുടങ്ങി, രാജാവിനെ പോലെ ജീവിക്കുവാൻ തുടങ്ങി. നോക്കുക ശൗലെ, ഇതെപ്പോഴാണ് സംഭവിച്ചത്? അപ്പൊ ശൗല് പറയും, ഇന്ന് ഗിൽഗാലിൽ തുടങ്ങിയതല്ല, പണ്ട് അലഞ്ഞു തിരിഞ്ഞ് ഞാൻ നടക്കുമ്പോൾ പ്രവാചകനെ കണ്ടുമുട്ടിയപ്പോൾ ഞാനും പ്രവാചകന് മാത്രമായ സമയത്ത് എന്റെ മേൽ വീണ ഒരു അഭിഷേകമുണ്ട്. ഈ അഭിഷേകത്തിന്റെ പുതിയ തലമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇന്നലെ വരെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്റെ മേൽ വീണത് അത് പുറത്തു വന്നിട്ടില്ലായിരിക്കാം. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, അത് നിന്റെ മേൽ വരികയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ കൊരിന്ത്യർ, ഗലത്യർ, കൊലസ്യർ, തീത്തോസ്, ഇതിലൊക്കെ ഈ റിന്യൂ എന്ന് പറഞ്ഞ പദം കിടക്കുന്നു. ഞാൻ അതൊന്നും എടുക്കുന്നില്ല കേട്ടോ. അവിടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നവീകരിക്കുന്ന പരിശുദ്ധാത്മാവാണ് നിങ്ങളെ പുതുക്കുന്നത്. നിങ്ങളുടെ സോൾ ആൻഡ് സ്പിരിറ്റ്, നിങ്ങളുടെ ഫിസിക്കലും എല്ലാം പുതുക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ശൗലിന്റെ മേൽ വന്നപ്പോൾ അവൻ കാളകളെ മുറിച്ചു കളഞ്ഞു. ഇനി കാളയായിട്ടുള്ള പരിപാടി നിർത്തി. ഞാൻ കിങ് അനോയിന്റിംഗ് പ്രാപിച്ചവനാണ്, എന്റെ ജനത്തിനു വേണ്ടി എന്റെ ദേശത്ത് ഇടിവിൽ നിൽക്കേണ്ടവനാണ്, ഞാൻ പൊരുതി എന്റെ ജനത്തെ നേടും, എന്റെ ജനത്തെ നേടും. ശൗൽ അന്ന് തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ മൂവ് ചെയ്യുവാൻ തുടങ്ങും. അപ്പോസ്തല പ്രവൃത്തി 4 ഇങ്ങനെയാണ് കാണുന്നത്. ഇവർക്ക് ഈ പ്രാപിച്ച അഭിഷേകം വീണ്ടും ഒരു പ്രതിസന്ധി വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ, അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്ന സ്ഥലം കുലുങ്ങി. പരിശുദ്ധാത്മാവിൽ അവർ വീണ്ടും നിറഞ്ഞു. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ മേൽ വീണ അഭിഷേകത്തിന്റെ ഒരു പുതുക്കം ദൈവശക്തിയാൽ ഇന്ന് പകലിൽ സംഭവിക്കാൻ പോവുകയാണ്. എഴുന്നേറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു ഫാസ്റ്റ് റിതമിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന നിയോഗം പോലെ ചില മിനിറ്റുകൾ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട, മറ്റൊന്ന് ചിന്തിക്കണം. ഓൺലൈൻ ഞങ്ങൾ വാച്ച് ചെയ്യുന്നവർ, നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഈ ദൈവശക്തിയെ പ്രാപിപ്പാൻ നിങ്ങളുടെ ആദരങ്ങൾ തുറന്ന് അന്യഭാഷയിൽ സ്തുതിച്ച് തുടങ്ങിയാട്ടെ, അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങിയാട്ടെ. ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ പ്രൈവറ്റായി നിങ്ങളുടെ മേൽ വീണ, പബ്ലിക്കായി നിങ്ങളുടെ മേൽ വീണ അഭിഷേകത്തിന്റെ ഒരു പുതുക്കം, ഒരു റിന്യൂവൽ ഇപ്പോൾ അത് സംഭവിപ്പാൻ പോവുകയാണ്. കരങ്ങൾ തട്ടി, കരങ്ങൾ തട്ടി, കരങ്ങൾ തട്ടി, കരങ്ങൾ തട്ടി, കരങ്ങൾ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഓരവരെ തീരോഗോ കരങ്ങൾ തട്ടി ചില നിമിഷങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ദിഗരം തികരാതെ കരഗതകരം ധോ, തികലം തികരാതെ കരഗതകരം ധോ, തികലം തികരാതെ കരഗതകരം ധോ, തികലം തികരാതെ കരഗതകരകതോ. ഇനി ഒളിഞ്ഞു കിടക്കത്തില്ല. ആ അഭിഷേക തൈലമുണ്ടല്ലോ, ഇനി അത് ഒളിഞ്ഞു കിടക്കത്തില്ല. തികരം ധോ, തികലം തികരാതെ കരം തികലഗതകരം ധോ, ധീരകരം തികരഗതകരാതെ കരഗതോ, തികലഗതകരം തികലഗതകരകതോ. ജീസസ് തികലം തേരഗസാദികരം ധോ, തികലം തേരഗതസേദികരം ധോ, ശിഖരം തേരഗത ശിഖരം തേ തികരം തീരാക നന്മകൾ തന്നു അനുഗ്രഹിക്കും.
നന്മകൾ എന്നെ അനുഗ്രഹിക്കും. എനിക്കൊത്താശ വരും പർവ്വതം നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ ആകാശം ഭൂമികൾക്കെല്ലാം അത് ഹേതുവായവൻ നീയേ. ആകാശം ഭൂമികളെല്ലാം അത് ഹേതുവായവൻ നീയേ. ആശ്രയനീരായതു മുതലൻ നദികളകുന്നു പരാം. ആശ്രയനീരായതു മുതലൻ നദികളകുന്നു പരാം. എനിക്കൊത്താശ വരും പർവ്വതം നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം Tigaram tigara 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 tolege tigara 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 to tigaram tigara 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 senigaram to tigaram tigara senigaram to tigara 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 senigaram to ആദരങ്ങൾ തുറന്ന് അന്യഭാഷയിൽ സംസാരിച്ചാട്ടെ. നിങ്ങളുടെ മേൽ സ്വർഗം പകർന്നതിന് അവനിപ്പോൾ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. It is a time of renewal. 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 നിങ്ങൾ റിന്യൂ ചെയ്യപ്പെടുന്ന ഇപ്പോൾ ആയിരിക്കുന്ന നിലവാരത്തിൽ നിന്ന് അടുത്ത നിലവാരത്തിലേക്ക് നിങ്ങൾ റിന്യൂ ചെയ്യപ്പെടുവാൻ പോകുന്നു. ഓ ജീസസ് ശരവാ എല്ലാ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ കർത്താവേ അങ്ങനെ ഒരു പുതുക്കം എൻ്റെ മേൽ വേണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അത് നിങ്ങളുടെ സാമ്പത്തികമാകട്ടെ, നിങ്ങളുടെ ശരീരമാകട്ടെ, നിങ്ങളുടെ കുടുംബജീവിതമാകട്ടെ, നിങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകമാകട്ടെ. പരിശുദ്ധാത്മാവ് പറയുന്നു, your time has come. എന്റെ സമയം വന്നിട്ടുണ്ട്. It is already your time. ഈ സമയം എത്തിയിരിക്കുന്നു. ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് തന്നെ ഉയർന്നിരിക്കട്ടെ. ഞാൻ ഈ അഭിഷേകത്തിന് ഒരു പുതിയ പുതുക്കം നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പ്രാർത്ഥന. ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നാളുകളായി ഇവരുടെ മേൽ പകരപ്പെട്ട ഈ അഭിഷേകത്തിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ ദൈവത്താൽ ഇവരുടെ മേൽ സംഭവിക്കട്ടെ. ഓപ്പൺ ആകട്ടെ, തുറന്നു വരിക. സാമ്പത്തികമായി തുറന്നു വരട്ടെ, ശുശ്രൂഷാപരമായി തുറന്നു വരട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ശുശ്രൂഷയിൽ വലിയ ഒരു ജെയിംസ് ഐസക്, രണ്ട് പേരുകൾ, ശുശ്രൂഷകന്മാരുടെ പേരുകൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നിങ്ങളുടെ മേലൊരു പുതിയ പുതുക്കങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. അത് സംഭവിക്കുന്നു. അതിനെ പ്രാപിക്കുക. സംഭവിക്കുന്നു. In Jesus. കർത്താവേ, ഈ കരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മതി. കഴിഞ്ഞ കുറെ നാളുകളായുള്ള സൈലൻസ് മതി. ഇവരുടെ സീക്രട്ട് ടൈം മതി കർത്താവേ. അത് കഴിഞ്ഞു കർത്താവേ. ഇവരുടെ പബ്ലിക് ടൈമിൽ നിന്ന് വരും. ഇനി അത് ഫങ്ഷൻ ചെയ്യുന്ന, ഓപ്പറേറ്റ് ചെയ്യുന്ന, ഇവരുടെ മേലുള്ള അഭിഷേകം ഓപ്പറേറ്റ് ചെയ്യുന്ന തലത്തിലേക്ക്, അത് ഫങ്ഷനിങ് ചെയ്യുന്ന തലത്തിലേക്ക് ഇവർ ഷിഫ്റ്റ് ആകട്ടെ. ഇവരുടെ മേൽ വീണ അഭിഷേകം ഏതാണോ, അത് സമ്പത്തുണ്ടാക്കുവാനുള്ളതാണോ, അതങ്ങനെ സംഭവിക്കട്ടെ. ബിസിനസ് ആണോ, അതങ്ങനെ സംഭവിക്കട്ടെ. അടുത്ത ലെവലിൽ ശുശ്രൂഷയാണോ, അതങ്ങനെ സംഭവിക്കട്ടെ. പ്രവചിക്കുന്നതാണോ, രോഗികളെ സൗഖ്യമാക്കുന്നതാണോ, ഭൂതങ്ങളെ പുറത്താക്കുന്നതാണോ, സുവിശേഷം പറയുന്നതാണോ,
പാസ്റ്ററിംഗ് ആണോ, ഓ ടീച്ചിങ് ആണോ, whatever, അതിന്റെ മേൽ നെക്സ്റ്റ് ലെവൽ ഇപ്പോൾ ഓപ്പൺ ആകട്ടെ. Receive it. Receive it. Receive it. പ്രാപിക്കാം. പ്രാപിക്കാം ഇപ്പോൾ. ഇപ്പോൾ മുതൽ നിന്റെ ലൈഫ് ടേൺ ചെയ്യാൻ പോകുന്നു. കഴിഞ്ഞ 7 മുതൽ 9 വർഷമായിട്ടുള്ള ചില സാമ്പത്തിക ഇടപാടുകളിൽ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് പൊക്കിയെടുക്കുന്നു. അവരെ പരിശുദ്ധാത്മാവ് പൊക്കിയെടുക്കുന്നു. ഓ, നിന്റെ സ്ഥലത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നടക്കും. നിന്റെ രേഖകളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നടക്കും. യേശുവിന്റെ നാമത്തിൽ ഒരു ശക്തമായ കാറ്റ് അതിന്റെ മേൽ അടിക്കട്ടെ. ശുശ്രൂഷ പകരപ്പെട്ടവരുടെ മേൽ ഈ ദിവസങ്ങൾ മുതൽ അടുത്ത വേർഷൻ ഓപ്പൺ ആകട്ടെ. അടുത്ത വേർഷൻ ഓപ്പൺ ആകട്ടെ. അടുത്ത വേർഷൻ ഓപ്പൺ ആകട്ടെ. ഇവർ പബ്ലിക്കലി ഇവിടെ മേൽ വെച്ചിരിക്കുന്ന അഭിഷേകം ഫംഗ്ഷൻ ചെയ്യുന്ന തലത്തിലേക്ക് ഓപ്പൺ ആകട്ടെ. നിങ്ങൾ രോഗികളായവർ, നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെച്ചാട്ടെ. നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് നിങ്ങൾക്ക് രോഗമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ അവിടെ നിങ്ങളുടെ കരങ്ങൾ വെച്ചാട്ടെ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ പോകുന്നു. ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ നിങ്ങളുടെ രോഗമുള്ള ഇടങ്ങളിൽ നിങ്ങളുടെ കരങ്ങൾ വെച്ചാട്ടെ. ഇപ്പോൾ ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ള വചനത്താൽ എന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്താലും വചനത്താലും യേശുവിന്റെ നാമത്തിൽ എന്റെ മേൽ പകരപ്പെട്ട ഹീലിംഗ് ഇറ അതിനെ ഞാൻ ഓപ്പൺ ചെയ്ത് ഈ രോഗികളായിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഹാർട്ടുകൾ ഹീലാകട്ടെ. ഇവരുടെ നോസുകൾ, ഇവരുടെ മൂക്കിലുള്ള ദശകൾ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. ഇവരുടെ ബ്രീത്തിങ് ഡിസബിലിറ്റി ഇപ്പോൾ ഹീലാകട്ടെ. ഹോർമോൺ ചേഞ്ചുകൾ യേശുവിന്റെ നാമത്തിൽ ഹീലാകട്ടെ. കണ്ണിന്റെ കാഴ്ചശക്തികൾ തിരിച്ചു ലഭിക്കട്ടെ. ബോണുകളോട്, അസ്ഥികളോട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ ഹീലാകട്ടെ. എല്ലാ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗാണുക്കൾ, വൈറസുകൾ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ കരിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കാം. Be healed. Be healed. Be healed. Be healed. Shaka. 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 നിന്റെ ഓട്ട കൈകൾ പരിശുദ്ധാത്മാവ് കാണുന്നു. നീ അധ്വാനിച്ചിട്ടും പ്രാപിക്കാതെ കിടക്കുന്ന നിന്റെ ഒരു ജനറേഷൻ ഉണ്ടല്ലോ, അതിന് കർത്താവ് പൊട്ടിച്ച് പുറത്തെടുക്കും. നീ പ്രാപിച്ചോ? നിന്റെ വിടുതലിന്റെ സമയമാണ്. ശകട ശകട ശക ചില രേഖകളെ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യുന്നു. നിന്റെ ടൈറ്റൽ കർത്താവ് മാറ്റും. നിന്റെ ടൈറ്റൽ കർത്താവ് മാറ്റും. ശകട യേശുവിന്റെ നാമത്തിൽ ഫ്ലറിഷ് ആകട്ടെ. സകല ഭാരങ്ങൾ, നിരാശകൾ ഞാൻ ഒരു കല്ല് ഉരുട്ടി മാറ്റുന്ന പോലെ ഉള്ളതെന്ന് ഉരുട്ടി മാറ്റി കളയുന്നു. ചിലത് നേടട്ടെ. സ്വന്തമെന്ന് പറയുന്നത് 25 നിന്റെ കരങ്ങളിലേക്ക് ദൈവം എടുത്തു തരും. നീ ചില ഭൂമിക്ക് ഉടമസ്ഥനായി തീരും. യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേക തൈലം നിന്റെ മേൽ ഒഴുകട്ടെ. ഒരു അഭിഷേക തൈലം നിന്റെ മേൽ ഒഴുകട്ടെ. ഒരു അഭിഷേക തൈലം. ഒരു അഭിഷേക തൈലം. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുന്ന ഒരു അഭിഷേക തൈലം ഒഴുകട്ടെ ശരീരത്തിൽ. ശകട ഒഴുകട്ടെ. ദൈവശക്തി അത്ഭുതമായത് വെളിപ്പെടട്ടെ. ദൈവശക്തി അടിക്കട്ടെ. ദൈവശക്തി അടിക്കട്ടെ. ദൈവശക്തി അടിക്കട്ടെ. ദൈവശക്തി അടിക്കട്ടെ. ഓ, മാറയിലെ കയ്പിനെ മാറ്റിയ സ്വർഗം, നീ അനുഭവിച്ച കയ്പ് അതൊരു മധുരമാക്കുവാൻ പോകുന്നു.
പരിശുദ്ധാത്മാവ് നാല് മാസങ്ങൾക്കകത്ത് ചില വിഷയങ്ങളിൽ ചില അടയാളങ്ങൾ പരിശുദ്ധാത്മാവ് കാണിച്ച് നിന്നെ ഭവനത്തിന്റെ അകത്തു നിന്ന് പൊക്കിയെടുക്കും. കയ്പിന്റെ വെള്ളത്തെ കർത്താവ് മധുരമാക്കും. നിന്റെ കുടുംബത്തിന്റെ അഡ്രസ് കർത്താവ് മാറ്റും. ഇനി നീ മാറയെന്ന് വിളിക്കപ്പെടത്തില്ല, നീ മാധുര്യമായി തീരും. ദൈവിക അഭിഷേകം യേശുവിന്റെ നാമത്തിൽ. നഷ്ടങ്ങൾ മാറട്ടെ. എല്ലാ രോഗ ആത്മാവും ശരീരങ്ങളെ വിട്ട് മാറട്ടെ. ദൈവശക്തി അടിക്കട്ടെ, ദൈവശക്തി അടിക്കട്ടെ, ദൈവശക്തി അടിക്കട്ടെ, ദൈവശക്തി അടിക്കട്ടെ. എല്ലാ ആഭിചാര ശക്തികളും പിന്തുടർച്ച അവകാശങ്ങളും ഉടഞ്ഞു പോകട്ടെ. ദൈവശക്തി അടിക്കട്ടെ, ദൈവശക്തി അടിക്കട്ടെ, ദൈവശക്തി അടിക്കട്ടെ. Fire, 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 shaka, fire, who shaka, oh Jesus, who shaka. ഈ ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്ന ഒരു തീയുടെ മേൽ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. കർത്താവ് അത് ചെയ്തു കഴിഞ്ഞാൽ സ്തോത്രം. ഈ ജനത്തെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ സ്തോത്രം. വലിയ റിസൾട്ടുകൾ അവർക്കുണ്ടാകട്ടെ. ഇവർ ഞാൻ അനുഗ്രഹിച്ച് ഭവനത്തിലേക്ക് അയക്കുന്നു. ഈ പട്ടണത്തിൽ അസാധാരണമായി ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇവരുടെ സാമ്പത്തിക മണ്ഡലം ഉയരട്ടെ, ഇവരുടെ ബിസിനസ് വർദ്ധിക്കട്ടെ, ഇവരുടെ പ്രാർത്ഥനാ ജീവിതം ശുശ്രൂഷ അടുത്ത ലെവലിലേക്ക് കയറട്ടെ, ഇവരുടെ മിനിസ്ട്രി അടുത്ത ലെവലിലേക്ക് കയറട്ടെ, ഇവരുടെ ശരീരത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചതിന് സ്തോത്രം. ഈ പട്ടണത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ പട്ടണത്തിൽ വലിയ ഉണർവുകൾ അങ്ങ് തുടങ്ങി വെച്ചതിനാൽ നന്ദി. കർത്താവ് ചെയ്തു കഴിഞ്ഞാൽ സ്തോത്രം. മഹത്വം അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ. കർത്താവ് ധന്യമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു മിനിറ്റ് കൂടെ ഇരിക്കാം, നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പാം. ഇത്രയും സമയം ക്ഷമയോടുകൂടെ ഇരുന്ന് നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അസാധാരണ ദൈവപ്രവൃത്തി നമ്മുടെ മേൽ തുറക്കേണ്ടത് ആവശ്യമാണ്. അതിനായി നിങ്ങൾ ഒരുങ്ങുക, തയ്യാറാവുക. ആദ്യമായി ഈ മീറ്റിംഗിൽ കടന്നു വന്ന വ്യക്തികൾ നിങ്ങളെ ഒന്നുകൂടെ ഗ്രീറ്റിംഗ്സ് അറിയിക്കുന്നു. വരുന്ന മീറ്റിങ്ങുകളിൽ നിങ്ങൾ കടന്നു വരുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് അതിൻ്റെ പോസ്റ്ററുകൾ, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ അറിയിപ്പുകൾ നൽകി തരുവാൻ നിങ്ങളുടെ നമ്പർ ഞങ്ങളെ ഏൽപ്പിക്കുക. ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. എല്ലാ ഞായറാഴ്ചയും ഈവനിങ്ങിൽ കുന്നംകുളം PVC ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ചെറിയ പ്രയർ ഗ്രൂപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ അടുത്ത ലെവൽ, അടുത്ത വർഷത്തേക്ക് കയറുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് തയ്യാറായി നിൽക്കുന്നു. നിങ്ങൾ അതിനോട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ 4 മണി മുതൽ 6 മണി വരെ എല്ലാ ഞായറാഴ്ചയും ആ ചെറിയ പ്രാർത്ഥനാ കൂട്ടം ഈവനിങ് വർഷിപ്പായി നടക്കുന്നു. അതുപോലെ മന്ത്ലി നമ്മുടെ മീറ്റിംഗുകൾ നടക്കുന്നു. ആ മീറ്റിംഗിൽ കയറി ഇതിനോടുകൂടെ കണക്റ്റായി നിൽക്കുക. ദേശത്ത് ഒരു വലിയ കൊയ്ത്തുണ്ട്, ഒരു വലിയ അത്ഭുത പ്രവൃത്തിയുണ്ട്. അതിനോടുകൂടെ ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ നല്ല സഹകരണത്തിനായി നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ.